ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹിസ്റ്ററിയിലെ വിക്ടറി നേടിയവരെ കുറിച്ച് ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 1 5 വ്യക്തികളെ സാർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ ഹാനിബാലിസം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഹാനിബാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ചില പ്രത്യേകതകൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലെല്ലാം വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമുക്ക് എപ്പോഴും പ്രസിദ്ധനായ ചാണക്യനെക്കുറിച്ചും ചാണക്യൻ്റെ രീതികൾ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എങ്ങനെയാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യനെയൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കാൻ സഹായിച്ചത്. പിന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെയും ജീവിതത്തിലെ ചില പ്രത്യേകതകൾ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മനോഹരമായ മോട്ടിവേഷൻസ് ആണെന്ന് പറയാം. പിന്നെ ഒരാളെക്കുറിച്ച് പറഞ്ഞത് വില്യം കോൾഗേറ്റിനെ കുറിച്ചാണ്. കോൾഗേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ആ പേര് നമ്മൾക്ക് ഇപ്പോഴും ഓർമ്മയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ. പിന്നെ ഫ്രാൻസിസ് പാക്മാൻ്റെ ഓറിഗൺ ട്രയൽ എന്ന് പറഞ്ഞ ഒരു യാത്രയുടെ തീരുമാനത്തോടു കൂടി ചെയ്ത ഒരു യാത്രയുടെ ഇതിലെല്ലാം വീക്ക്നെസ്സും സ്ട്രെങ്തും അതിനെ തിരിച്ചറിയുന്ന രീതികളും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ പാർട്ട്, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സ്നേഹിതരെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗങ്ങൾ, കഠിനാധ്വാനം, ദൈവവിശ്വാസം, ഇങ്ങനെ പല തലങ്ങളിലൂടെ കടന്നു. പക്ഷെ ഇവർക്കെല്ലാം അല്ലെങ്കിൽ അധികം പേർക്ക് സംഭവിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ചും സാറ് പറഞ്ഞു. പലർക്കും എടുത്തുചാട്ടം, അമിതമായ ആത്മവിശ്വാസം, അമിതാവേശം, അഹങ്കാരം, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നും കൂടെ ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ബോബൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്താം. ബോബൻ സാറിൻ്റെ സ്വദേശം പെരിന്തൽമണ്ണയാണ്. വളരെ കാലം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ കഥകളെല്ലാം സാറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. 20 വർഷത്തിലധികം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഹിപ്നോസിസ്, ഇങ്ങനെയുള്ള സൈക്കോളജി പരമായ വിഷയങ്ങളിൽ വളരെ പ്രാഗൽഭ്യമുണ്ട്. 18 വർഷത്തോളമായി പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് ആ വിഷയത്തിൽ. ക്ലയൻറ്റ് സെൻറ്റേഡ് സൈക്കോളജി, അതുപോലെ തന്നെ ഫാമിലി ട്രെയിനിങ്, കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ PCTയുടെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ്. സോ അങ്ങനെ പല നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ബോബൻ സാറാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ബോബൻ സാറിനെ. ബോബൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ സാർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു, 5 വ്യക്തിത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ എന്തുകൊണ്ട് ഇവരെയൊക്കെ പരിചയപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ സ്വയം ഒരു പുകഴ്ത്തലല്ല, ഒരുപാട് വായിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കും. പുസ്തകങ്ങളെ എനിക്ക് വലിയ സ്നേഹമായിരുന്നു. ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയും പുസ്തകങ്ങൾ വാങ്ങുന്നതിലാണ് ചിലവഴിച്ചിരുന്നത്. അത്യാവശ്യം ഒരു ലൈബ്രറി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, റീഡിംഗ് ലൈബ്രറി, ഫിലിപ്സ് റീഡിംഗ് ലൈബ്രറി. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എൻ്റെ ലൈബ്രറിയിൽ വന്ന് പുസ്തകങ്ങൾ എടുക്കാം. പുറത്ത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. കസേരകൾ ഇട്ടിട്ടുണ്ട്, വെള്ളം, കുപ്പിയുടെ വെള്ളം വെച്ച് ഗ്ലാസ് വെച്ച് കുടിക്കാൻ, അവർക്ക് പുസ്തകങ്ങൾ വായിക്കാം. ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് കുറച്ച് ഫ്രഞ്ച് പുസ്തകങ്ങൾ തന്നു, ഫ്രഞ്ച് ഭാഷയിൽ എഴുതി. അത് ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, മലയാളത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ റീഡിംഗ് ആണ് ഇങ്ങനെ ഒരുപാട്. അപ്പോൾ ഞാൻ എവിടെ പോയാലും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയാലും ഒരു പുസ്തകം കയ്യിൽ വെക്കും. ഏതെങ്കിലും എനിക്ക് ഇൻഫ്ലുവൻഷ്യലായി, എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയ ഏതെങ്കിലും ഒരു പുസ്തകം കയ്യിൽ കൊണ്ടുപോകും. ഞാൻ അത് അവരെ പരിചയപ്പെടുത്തും. അപ്പോൾ ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ അത് വൈകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞൊരു സമയം തന്നെ ഞാൻ സ്വല്പ സമയം ചിലവഴിക്കും. അതൊരു 1/4 മണിക്കൂർ റീഡിങ്ങിന് വേണ്ടി ചിലവഴിക്കും. അത് നിർബന്ധമാണ്, ജീവിതത്തിൽ ഞാൻ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും ഞാൻ പുസ്തകങ്ങൾ വായിക്കും. എനിക്കിഷ്ടമാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. ഞാൻ ഈ പുസ്തകങ്ങൾ എൻ്റെ മേശപ്പുറത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇതിന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ വിഷയം ഇസംസ് ഓഫ് വിക്ടറി ഫ്രം ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ആദ്യമായി കണ്ടെത്തുന്ന ഒരു പുതിയൊരു വ്യക്തിയാണ്. ഒരു പുസ്തകം ഒരു വിപ്ലവത്തിന് കാരണമായി. വിപ്ലവത്തിന് കാരണമായ ഒരു പുസ്തകം എഴുതിയൊരു വ്യക്തിയാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്.
വലിപ്പം കുറഞ്ഞ ഒരു സ്ത്രീ. 1811 അമേരിക്കയിൽ ആണ് ഇവര് ജനിച്ചത്. ഇവരുടെ പിതാവ് ഒരു കാൽവിനിസ്റ്റിക് പ്രീസ്റ്റ് ആയിരുന്നു. ഇവരുടെ പേര് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് എന്നാണ്. ഇവരെഴുതിയ പുസ്തകത്തിൻ്റെ പേര് അങ്കിൾ ടോംസ് ക്യാബിൻ എന്നാണ്. അങ്കിൾ ടോംസ് ക്യാബിൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് ആ പുസ്തകം തരുന്ന എൻ്റെ പുസ്തക ശേഖരത്തിലുണ്ട്. അത് ഞാൻ എടുത്ത് പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്. അങ്കിൾ ടോംസ് ക്യാബിൻ. ഈ അങ്കിൾ ടോംസ് ക്യാബിൻ ഞാൻ പറഞ്ഞാൽ ഇവരുടെ പിതാവ് ഒരു കാൽവിനിസ്റ്റ് പ്രീസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു ഫിലാന്ത്രോപ്പിസ്റ്റും കൂടിയായിരുന്നു, മനുഷ്യസ്നേഹിയും കൂടിയായിരുന്നു. അക്കാലത്ത് അമേരിക്കയിൽ ഈ അടിമത്തം, സ്ലേവ് ബിസിനസ്, അതൊരു ബിസിനസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതായത് അമേരിക്കയിലേക്ക് വരുന്ന കപ്പലുകളിൽ ആഫ്രിക്കൻ തീരത്ത് നിന്ന് അടിമകളെ പിടിച്ചു കയറ്റും. കപ്പലിൻ്റെ അടിയിലായിരിക്കും ഇവർ കിടക്കുന്നത്. വളരെ വളരെ കഷ്ടപ്പാടായിരുന്നു അവരെ സംബന്ധിച്ച്. അവർ അമേരിക്കൻ തീരത്തെത്തുമ്പോഴേക്കും കുറേ പേരൊക്കെ മരിച്ചിട്ടുണ്ടാവും. ചിലർ ശരീരം മുഴുവൻ മുറിവേറ്റവരായിരിക്കും. അമേരിക്കയിലെ തണുത്ത് വിറച്ച ആ അന്തരീക്ഷത്തിലേക്ക് ഇവരെ നഗ്നരായി ഇവരെ കൊണ്ടുവന്നിടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവും അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ പിതാവും കൂടി തീരപ്രദേശത്ത് നിന്ന് അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കും, കമ്പിളികൾ കൊടുക്കും, സ്നേഹത്തോടെ അവരെ സ്വീകരിക്കും, പരിചരിക്കും. ഇത് കണ്ടാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് വളർന്നത്. 11 മക്കളിൽ 6ാമത്തവളായിരുന്നു. പക്ഷെ അപ്പനോടുകൂടെ ഈ പ്രീസ്റ്റ്, അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്, പ്രീച്ചറാണ്. പ്രീച്ചറോടൊപ്പം വേണ്ട കാര്യം അപ്പനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അന്ന് മുതൽ അടിമകളെ കണ്ട്, അടിമകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ട് ഏറ്റവും അധികം മനസ്സിൽ ദുഃഖിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്. ഹാരിയറ്റ് ബീച്ചർ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരെ ഒരു ഉയരം കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ ഇവരെ വിളിച്ചിരുന്നത് മൂക്കിപ്പൊടിക്കുപ്പി എന്നാണ്, സ്നഫ് ബോക്സ്. അമേരിക്കക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അക്കാലത്ത്. അവരുടെ ആ വലിയ വീതി കൂടിയ ആ ബെൽറ്റിൻ്റെ ഉള്ളിൽ മൂക്കിപ്പൊടി കാണും, സിഗാറ് കാണും, തോക്ക് കാണും, കത്തി കാണും. പണ്ട് എൻ്റെ നാട്ടിൽ മലബാറിലെ ആദ്യകാലത്തെ മുസ്ലിം പുരുഷന്മാർ അരയിലൊരു വീതി കൂടിയ ബെൽറ്റ് കിട്ടും. ആ ബെൽറ്റിലാണ് മലപ്പുറം കത്തി തൂക്കിക്കൊണ്ടിരുന്നത് ഇവിടെ എന്ന് പറഞ്ഞവരായിരുന്നു അവിടുത്തെ അമേരിക്കൻ കൗബോയ്സ്. ആ വീതിയുള്ള ആ ബെൽറ്റിനകത്ത് ഒരു ചെറിയ മൂക്കിപ്പൊടിയുടെ കുപ്പി ഉണ്ടാവും. അവരത് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഇവളെ സ്കൂളിൽ വിളിച്ചിരുന്ന മൂക്കിപ്പൊടി കുപ്പി എന്നാണ്. പക്ഷേ ഈ പെൺകുട്ടി ഇതെല്ലാം കണ്ട് വളരെ മാനസിക ബുദ്ധിമുട്ടുകളോടുകൂടി അവൾ എഴുതിയ തൻ്റെ കുറച്ച് യുവതിയായിരുന്നപ്പോൾ അവരെഴുതിയ ഗ്രന്ഥമാണ് അങ്കിൾ ടോംസ് ക്യാബിൻ. ഈ അങ്കിൾ ടോംസ് ക്യാബിൻ ഒരു വിപ്ലവത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. അമേരിക്കൻ അഭ്യന്തര സമരത്തിന് കാരണമായ ഗ്രന്ഥമാണ്. അമേരിക്കൻ അഭ്യന്തര സമരത്തിന് ഇത് കാരണമായി എന്ന് പറയുമ്പോൾ, ഇത് അമേരിക്കയിൽ ആദ്യം അച്ചടിച്ചത് 5000 കോപ്പിയാണെന്ന് പറഞ്ഞ് ഈ 5000 കോപ്പി ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. പിന്നീട് അച്ചടിച്ചത് 3 ലക്ഷം കോപ്പിയാണ്. ഈ 3 ലക്ഷം കോപ്പി അമേരിക്കയിലും യൂറോപ്പിലും ഫ്രാൻസ്, ബ്രിട്ടൻ എന്നൊരു ചൂടപ്പം പോലെ വിറ്റു. ഇത് വായിച്ചവരെല്ലാവരും ഈ അടിമത്തത്തെ അപലപിക്കുകയും അടിമത്തം നിരോധിക്കാൻ ഒരു കാരണമായി തീർന്ന ഈ ഗ്രന്ഥമാണെന്നാണ് പറയുന്നത് അങ്കിൾ ടോംസ് ക്യാബിൻ. പറയുന്ന അതിൽ ഇവ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ പുസ്തകം ഇറങ്ങി ആൾക്കാർ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരൊറ്റ മാസം കൊണ്ട് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ 300ഓളം പെൺകുട്ടികൾക്കാണ് ഇവ എന്ന പേര് കൊടുത്തതെന്നാണ് പറയുന്നത്. അത്രമാത്രം സ്വാധീനം ചെലുത്തിയൊരു പുസ്തകമായിരുന്നു ഇത്. അമേരിക്കൻ അഭ്യന്തര സമരം കഴിഞ്ഞ് എബ്രഹാം ലിങ്കൺ ഇവരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരുപാട് പേരുമായിട്ടാണ് ഇവർ വൈറ്റ് ഹൗസിലേക്ക് വരുന്നത്. ഭർത്താവ് ഉണ്ടായിരുന്നു, ആ പിതാവ് ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തി. എബ്രഹാം ലിങ്കൻ്റെ മനസ്സിൽ നല്ല ഉയരമുള്ള ഒരു പെൺകുട്ടിയാണ്, പക്ഷെ ഒരു കൊച്ചു സ്ത്രീയായിരുന്നു. എബ്രഹാം ലിങ്കൺ ഒരു പരാമർശം നടത്തി എന്ന് പറയുന്നത് ഈ കൊച്ചു സ്ത്രീയാണ് ഒരു വിപ്ലവം ഉണ്ടാക്കിയതെന്ന്. ഈ കൊച്ചു സ്ത്രീയാണോ വിപ്ലവം ഉണ്ടാക്കിയതെന്ന്. സത്യത്തിൽ ഈ ഒരു കൊച്ചു പുസ്തകം, ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ ഒരു പുസ്തകം വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് എഴുതിയ ആ സ്ത്രീയും ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് ഒരു കൊച്ചു സ്ത്രീയായിരുന്നു, വലിയ വലിപ്പം കുറഞ്ഞ സ്ത്രീ. നമുക്കറിയാം ചെറുപ്പത്തിലെ മൂക്കിപ്പൊടി കുപ്പി എന്ന് വിളിച്ചിരുന്ന ഒരു സ്ത്രീ, അവരാണ് ഒരു വിപ്ലവം ഉണ്ടാക്കിയത്. അപ്പം നമുക്കറിയാം ചില രചനകൾ ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥമാണ് ഏത്?
ഹാരിറ്റ് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ. അങ്കിൾ ടോംസ് ക്യാബിൻ വായിക്കാത്ത അക്കാലത്ത് ഒരാളും ഉണ്ടായിരുന്നില്ലെന്നാണ് കേട്ടത്, എനിക്കറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഇന്ന് തൊട്ടേനും പിടിച്ചു വയ്ക്കുന്ന നമ്മുടെ മക്കൾ. ഇപ്പം എൻ്റെ തൊട്ടടുത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രശ്നമുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ ഇപ്പം ചാടും എന്ന് പറഞ്ഞ് നിൽക്കുക. അവസാനം നാട്ടുകാരെല്ലാം കൊണ്ട് ഇടപെട്ട് അവളെ ഇന്ന് പിന്തിരിപ്പിച്ചു. ഇതൊരു ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, ലോകത്തെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച ഒരു പുസ്തകമുണ്ട്. ഡോൺ കിക്സോട്ട് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. അതെൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഡോൺ കിക്സോട്ട് എൻ്റെ മേശപ്പുറത്ത് കിടപ്പുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളമുണ്ട്. ഡോൺ കിക്സോട്ട് മൈക്കൽ ഡി സെർവാന്റിസ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയാണ്. അയാൾ സ്പെയിൻകാരനാണ്. മധ്യകാലഘട്ട 16ാം നൂറ്റാണ്ടിലാണ് ഈ ഗ്രന്ഥം എഴുതുന്നത്. മൈക്കൽ ഡി സെർവാന്റിസ് നമുക്ക് പറയാം. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഡോൺ കിക്സോട്ട്. ഈ ഡോൺ കിക്സോട്ട് എഴുതുന്നതിന് മുമ്പ് ആരായിരുന്നു മൈക്കൽ ഡി സെർവാന്റിസ്? സെർവാന്റീസിൻ്റെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയായിരുന്നു. അപ്പനാണെങ്കിൽ തൊട്ടടുത്ത മദ്യശാലയിൽ പോയി പാട്ട് പാടും, എന്തെങ്കിലും ആരെങ്കിലും മദ്യം കൊടുക്കും, എന്തെങ്കിലും ചെറിയ തുക കിട്ടിയാൽ അത് വീട്ടിൽ കൊടുക്കും. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞു പോയത്. അങ്ങനെ ജീവിക്കുമ്പോൾ 10-18 വയസ്സായപ്പോൾ സ്പാനിഷ് സക്സഷൻ വാർ യൂറോപ്പിൽ ആരംഭിച്ചു. ഈ യൂറോപ്പിലെ യുദ്ധം ആരംഭിക്കുമ്പോൾ സെർവാന്റിസ് അമ്മയോട് പറയണം, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ അമ്മ അവനോട് പറയും, യുദ്ധത്തിന് പോകരുത്, നിനക്ക് അതിനുള്ള പ്രായമായില്ല. ഗ്രാമത്തിലെ മുതിർന്നവരും പറഞ്ഞു, മോനെ നിനക്ക് യുദ്ധത്തിന് പോകാൻ പ്രായമായില്ല, നീ പോരുതെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലെ കഷ്ടപ്പാടും കണ്ടിട്ടാണ് ഇവൻ യുദ്ധത്തിന് പോകുന്നത്. എന്തെങ്കിലും വീട്ടിലേക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പോയ സെർവാന്റിസ് യുദ്ധത്തിൽ അവൻ്റെ ഇടത് കൈ നഷ്ടപ്പെട്ടു. ഇടത് കാലിന് വലിയ പരുക്കും പറ്റി. തിരിച്ചു വരുമ്പോൾ ഗ്രാമീണർ പറഞ്ഞു, മോനെ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഞങ്ങൾ യുദ്ധത്തിന് പോരുതെന്ന്. അമ്മ കരഞ്ഞു പറഞ്ഞു, മോനെ നീ യുദ്ധത്തിന് പോകരുത് എന്നല്ലേ പറഞ്ഞത് അല്ലെ. സത്യത്തിൽ കുറ്റബോധം കൊണ്ട് ചിലർ പോയി ആത്മഹത്യ ചെയ്യും. പക്ഷെ ഇവനാവുന്നല്ലേ ഇത്. ഇവൻ ഗ്രാമീണരോടും അമ്മയോടും പറഞ്ഞു, ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് ജീവിക്കുമെന്ന്. ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് ജീവിക്കും എന്ന് പറഞ്ഞ് അവൻ എഴുതിയ ഗ്രന്ഥമാണ് ഈ ബൃഹത്തായ ഡോൺ കിക്സോട്ട്. വായിക്കണം. ലോകത്തെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച ഒരു സംഭവമാണ്. ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു വകഭേദ മാറ്റമാണ് ഈ കഥയിൽ പറയുന്നത്. ഒരുപാട് പഴയ കാലത്തെ നൈറ്റ്സിൻ്റെ പടയാളികളുടെ കഥയൊക്കെ വായിച്ച് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ 12, 13, 11 നൂറ്റാണ്ടുകളിൽ നമുക്കറിയാം യൂറോപ്പ് നൈറ്റ്സിൻ്റെ യുഗ, പടയാളികളുടെ യുഗ. അവരാണ് ഭരിച്ചിരുന്നത്. അവരാണ് ഈ എന്ന് പറഞ്ഞാൽ യൂറോപ്പ് മുഴുവൻ ഭരിച്ചത്. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. 13ാം നൂറ്റാണ്ടിൽ കേരളത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ തച്ചോളിയോതോ തന്നെ അതിൽപ്പെട്ടതാണ്. ഇവരാണ് ഈ യൂറോപ്പ് മുഴുവൻ ഭരിച്ചിരുന്നത്. കാരണം യൂറോപ്പിനെ സംരക്ഷിക്കാൻ, അന്നത്തെ കാത്തലിക് ചർച്ചിനെ സംരക്ഷിക്കാൻ അവർ കണ്ടുപിടിച്ചതാണ് നൈറ്റ്. അപ്പോൾ ഈ നൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകത ഷിവാൽറിസം എന്നൊക്കെ പറയുന്നത്. ഷിവാൽറസ് ആവുക, ധീരോദാത്തത പ്രകടിപ്പിക്കുക. ധീരോദാത്തത പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ വല്ല ധീരമായ കർത്തവ്യങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോൾ അവർ പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന വ്യാളിയെ കീഴടക്കി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ ഇയാൾ ഈ കഥയെല്ലാം വായിച്ച ആവേശം കൊണ്ട് വീട്ടിലെ ഒരു ചാവാളി കുതിരപ്പുറത്ത് പോകുന്ന കഥയാണ്. കൂടെ തന്നെ ആശ്രയിച്ചിരുന്ന സാൻജോ പാൻസ എന്ന് പറയുന്ന ഒരാളെയും കൂടെ കൂട്ടുകയാണ്. ഭാര്യ ഉപയോഗിച്ചിരുന്ന ഒലക്കയാണ് കുന്തമായിട്ട് പോയത്. അടുക്കളയിലിരിക്കുന്ന ചട്ടിയാണ് തലയിൽ വെച്ചത്, ഹെൽമറ്റായിട്ട് വെച്ചത്. ഏതോ ഒരു പഴയ പടച്ചട്ട വീട്ടിൽ അതെടുത്തിടാണ് ഭാരമേറിയത്. ഇയാളിങ്ങനെ പോകുന്നതാണ് കഥ. അതിമനോഹരമായിട്ടത് വർണ്ണിച്ചിരിക്കുന്ന, ഒരുപാട് പേരെ പൊട്ടിച്ചിരിപ്പിച്ച കഥയാണ്. ഇടത് കൈയും ഇടത് കാലും നഷ്ടപ്പെട്ട ആ മനുഷ്യൻ തൻ്റെ വലത് കൈ കൊണ്ട് എഴുതിയ ഒരു കഥയാണ് ഡോൺ കിക്സോട്ട് എന്നുള്ള ഈ കഥ. നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്ന ആ കുടുംബത്തിൽ ദാരിദ്ര്യമായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനിടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് യുദ്ധത്തിന് പോയത്. യുദ്ധത്തിൽ മുറിവേറ്റ് തിരിച്ചെത്തിയ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് ജീവിക്കും. ആ ഇച്ഛാശക്തി,
അങ്ങനെ അയാൾ എഴുതിയ കഥയാണ് ഡോൺ കിക്സോട്ട്. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് പേര് കഥ സ്റ്റോറിയൊക്കെ വായിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞാൻ പറഞ്ഞാണ് വില്യം കോൾഗേറ്റ് എന്ന ആ വലിയൊരു ബിസിനസ്സുകാരനെ കുറിച്ച്. ഇന്ന് ഞാൻ മറ്റൊരു ബിസിനസ്സുകാരനെയാണ് അവതരിപ്പിക്കുന്നത്. രാവിലെ ഞാൻ നടക്കാൻ പോകും. എൻ്റെ വീട്ടിൽ നിന്നൊരു, എൻ്റെ വീട് ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ആ ലൈനിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ടിലേക്ക് NH ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് NH നടന്നിട്ട് മറ്റൊരു ഇട റോഡിലൂടെയാണ് ഞാൻ പിന്നെ നടക്കുക. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കും, 2 കിലോമീറ്റർ തിരിച്ചിങ്ങോട്ടും നടക്കും. അപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ NH എൻ്റെ വീടിന് കുറച്ച് മുമ്പോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു സ്കൂട്ടർ വിൽക്കുന്ന ഷോപ്പുണ്ട്. നല്ല ക്യൂട്ട്, എന്ത് രസമുള്ള സ്കൂട്ടറാണെന്ന് പറയും. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് നോക്കി, വെസ്പ എന്നാണ് അതിൻ്റെ പേര്. വെസ്പ എന്ന് പറഞ്ഞ സ്കൂട്ടർ. അപ്പോൾ ഞാൻ ഈ സ്കൂട്ടർ അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ യുവത്വം എന്ന് പറഞ്ഞാൽ ഒരു 10-16 എൻ്റെ വയസ്സ്, ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ 1970കളുടെ അവസാനമാണ്. അന്ന് ഞാൻ മഞ്ചേരിയിലാണ് ജീവിച്ചത്. മഞ്ചേരി, എൻ്റെ അപ്പൻ അവിടെ ഒരു ഹോൾസെയിൽ ചെരുപ്പ് കട നടത്തുകയായിരുന്നു. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട ചെരുപ്പ് കടയിൽ വന്ന് നിൽക്കും, ചെറിയ ജോലി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ചെറിയൊരു തുക ഞങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഫീസ് കൊടുത്തിരുന്നതൊക്കെ. അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ കടയിൽ നിൽക്കുമ്പോൾ കടയുടെ മുമ്പിലൂടെ ഒരു പുരോഹിതൻ, അദ്ദേഹം ലോഹയൊക്കെ ഇട്ട് ഒരു ഹാറ്റൊക്കെ വെച്ച് വെസ്പ സ്കൂട്ടറിൽ പോകുമായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കും. കാരണം അതന്നെ ഇറ്റലിയിൽ മാത്രം വിറ്റിരുന്ന സ്കൂട്ടറാണ്. നമ്മുടെ നാട്ടിൽ അന്ന് വിറ്റിരുന്നത് ഈ ബജാജ്, ലാംബി, ഇതൊക്കെയാണ് സ്കൂട്ടറുകൾ. ആകെ 2 സ്കൂട്ടറുകൾ, ബജാജ്, ലാംബി ഒക്കെ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം ഈ പാതിരി ഈ വെസ്പ സ്കൂട്ടറിൽ ഇങ്ങനെ ഞങ്ങളെ കടയുടെ മുമ്പിൽ കൂടി അങ്ങ് ദൂരേക്ക് പോകും. 1 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും. അങ്ങനെ വെസ്പ എന്ന സ്കൂട്ടറുണ്ട്. അന്ന് അത്ഭുതത്തോടെ കണ്ടിരുന്ന ഈ വെസ്പ സ്കൂട്ടർ ഇന്ന് ടൗണിൽ വിൽക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ഇത് കണ്ടുപിടിച്ച് ഇറ്റലിയിലെ ഹെൻറിക്കോ പിയാജിയോ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ആരായിരുന്നു ഹെൻറിക്കോ പിയാജിയോ? ഹെൻറിക്കോ പിയാജിയോ അത്യാവശ്യം സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇതുപോലെ ചെറിയ ചെറിയ എഞ്ചിനുകളൊക്കെ വിൽക്കുന്ന ഒരാളായിരുന്നു. കപ്പലായിരുന്നു അദ്ദേഹം, കൊച്ചു കപ്പലുകൾ. ഇറ്റലിയിലെ സമ്പന്നർക്ക് സമയം ചെലവഴിക്കാനായിട്ട് കപ്പലുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഹെൻറിക്കോ എക്കണോമിക്സാണ് പഠിച്ചത്. പക്ഷെ അതിനുശേഷം അവന് ഒരു എൻജിനീയറിങ്ങിൽ ചെറിയൊരു ബിരുദം സമ്പാദിച്ചു. അവൻ്റെ അപ്പനോട് പറയാം, നമ്മളിപ്പോൾ കപ്പലല്ല ഉണ്ടാക്കി, നമുക്കൊരു വിമാനം ഉണ്ടാക്കാം. ഓക്കെ, റെഡി. മകൻ്റെ ആഗ്രഹമല്ലേ, സമ്പത്തുണ്ട്, പൈസ മുഴുവൻ മുടക്കി ഒരു വിമാനം ഉണ്ടാക്കാൻ വലിയൊരു ഷെഡൊക്കെ കെട്ടി വിമാനത്തിൻ്റെ പണി ആരംഭിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പറ. നമുക്കറിയാം, സഖ്യകക്ഷികൾ ഇറ്റലി, ജർമ്മനി, ജപ്പാൻ മറ്റൊരു സഖ്യകക്ഷികളുമാണ്. സഖ്യകക്ഷികൾ ബോംബിടാൻ തുടങ്ങി. മുസോളിനി സമ്മതിച്ച ആ സമയം, അത് മുസോളിനി പരാജയം സംബന്ധിച്ച് നമുക്കറിയാം. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഈ സമയത്ത് ഇവരുടെ ഈ ഷെഡിൻ്റെ മുകളിലും ബോംബിട്ടു. ബോംബ് വന്ന് വീണ് ഷെഡ് മുഴുവൻ തകർന്നു. ചിലവഴിച്ച പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു. വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. കാരണം വിമാനം ഉണ്ടാക്കാനുള്ള എല്ലാം ആയി. ഇനി അതിൻ്റെ കുറച്ച് മിനുക്കുപണികൾ കൂടി തീർന്ന് ഒരു വിമാനം പുറത്തു വരും. വലിയ പ്രതീക്ഷയോടെയാണ് ഹെൻറിക്കോ പിയാജിയോ ഈ കാര്യം, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അവനിതിനെ. അവൻ്റെ പിതാവ് മരിച്ചുപോയി. ഇവൻ ചെറുപ്പക്കാരനാണ്. എല്ലാം നഷ്ടപ്പെട്ടു. ബോംബ് വീണ് സകലത നഷ്ടപ്പെട്ടു. കുടുംബത്തിലുണ്ടായിരുന്ന മുഴുവൻ ചെലവഴിച്ചിട്ടാണ് ഈ വലിയ ഷെഡ് ഉണ്ടാക്കിയത്. ഷെഡിലെല്ലാം നഷ്ടപ്പെട്ടു. ഒപ്പം ജോലി ചെയ്തവരൊക്കെ പോയി. ഏകനായിപ്പോയി. ആകെ ഒരു സുഹൃത്ത് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നും അവന് ഷെഡിൽ പോകും. ആ നഷ്ടങ്ങളുടെ ഇടയിലൂടെ നടക്കും. കുറെ കടന്നലുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, കടന്നൽ കൂടുകൾ. അങ്ങനെ നടക്കുമ്പോഴാണ് 2 വീല് ചക്രങ്ങൾ കണ്ടത്. അത്യാവശ്യം വലിയ 2 ചക്രങ്ങൾ. ഈ ചക്രം കൊണ്ട് എന്ത് ചെയ്യാമെന്നും നമുക്കറിയാം. പിയാജിയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ യുഗത്തിൽ കടന്നു വരേണ്ട പിള്ളേരപ്പം പോയി തൂങ്ങി മരിക്കും. പക്ഷെ ഇവൻ അതല്ല ചെയ്തത്. ഇവൻ ചെയ്തത് തൻ്റെ ആ ഷെഡിൽ 2 വീല്, 2 ചക്രങ്ങളും ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു ചെറിയ സ്കൂട്ടർ. അന്ന് ഇറ്റലിയിലെ ലാംബ്രട്ട എന്ന് പറഞ്ഞ സ്കൂട്ടറാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിരുന്നത്. ഇവനൊരു സ്കൂട്ടർ ഉണ്ടാക്കി. ഒരു സ്കൂട്ടർ എന്ന് പറയാം, അതിന് വലിയൊരു മനോഹരമായ ഒരു രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. 4 സ്കൂട്ടറായിട്ട് ഉണ്ടാക്കിയിട്ട് ഇറ്റലിയിൽ അവൻ താമസിച്ചിരുന്ന ആ നഗരത്തിൽ
അതിലൊരു ചെറിയൊരു കടയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു വിൽക്കാനായിട്ട്. 1 വർഷം വെച്ചു. 1 യൂണിറ്റ് പോലും വിറ്റുപോയില്ല. 1 യൂണിറ്റ് പോലും വിറ്റുപോയില്ല. ഈ സ്കൂട്ടർ ആരും ശ്രദ്ധിച്ചേയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഫിലിം യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന പേര് ഇവൻ അറിഞ്ഞത്. അവൻ ആ ഫിലിം യൂണിറ്റിന് ഒരു സ്കൂട്ടർ കൊടുത്തു. അവർ ആ സ്കൂട്ടർ വാങ്ങി. അവരെന്ത് ചെയ്തെന്നറിയോ? ഈ സിനിമയിലെ നായകനും കൂട്ടുകാരും കൂടി ഈ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന കുറേ രംഗങ്ങൾ ഷൂട്ട് ചെയ്തു. വെനീസ് നഗരത്തിലൂടെയും മറ്റ് നഗരങ്ങളിലൂടെയും ഇടവഴികളിലൂടെ ഈ സ്കൂട്ടറിൽ നായകനും കൂട്ടുകാരനും സഞ്ചരിക്കുന്ന 5ഓ 6ഓ സീനുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ജനങ്ങൾ ഈ സ്കൂട്ടർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആരുടെയാണ് സ്കൂട്ടർ, ഏതാണ് സ്കൂട്ടർ, എന്താണ് കമ്പനി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ എത്തിയത് വെസ്പ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ തകർന്നു പോയ ഈ കൂടാരത്തിൽ അല്ലെങ്കിൽ വലിയ ഈ ഷെഡിൽ കുറേ കടന്നലുകളുണ്ടായിരുന്നു. വാസ്പ് എന്നാണ് അത് നമുക്കറിയാം, ഇംഗ്ലീഷിൽ വാസ്പ്. അതിൽ നിന്നാണ് വെസ്പ എന്ന പേരുണ്ടാക്കിയത്, കടന്നലിന്. വെസ്പയാണ് ഈ സ്കൂട്ടർ എന്ന് മനസ്സിലാക്കി അവൻ വിൽക്കാൻ വെച്ചിരുന്ന 3 യൂണിറ്റുകളും ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. പിന്നെ വെസ്പയ്ക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന വന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സ്കൂട്ടറുകൾ ഒന്നായി വെസ്പ മാറി. ഇന്ന് നമുക്കറിയാം യൂറോപ്പിലാണ് അത് ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് അമേരിക്കയിലൊന്നും സ്കൂട്ടർ എത്തിക്കാൻ കഴിഞ്ഞിരുന്നല്ല, അത്രമാത്രം ബിസിനസ്സായിരുന്നു. പിയാജിയോ ലോകത്തിലെ ഏറ്റവും സമ്പന്നരുള്ള ഒരാളായി മാറി. അദ്ദേഹത്തിന് മരണം ഭയങ്കര ദയനീയമായിരുന്നു. ഒരു തൊഴിലാളി തർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് വെടിയേൽക്കുകയാണ് ഉണ്ടായത്. ആംബുലൻസ് കൊണ്ടുപോകാൻ തൊഴിലാളികൾ അനുവദിച്ചില്ല. ഹോസ്പിറ്റലിലെത്തിയപ്പോഴേ അദ്ദേഹം മരിച്ചുപോയി. 60-ാമത്തെയോ 61-ാമത്തെ വയസ്സിൽ. അത് പോട്ടെ, പിയാജിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. തകർന്ന് തരിപ്പണമായ ആ അവശിഷ്ടങ്ങളുടെ ഇടയിൽ ഒരു 2 വീലിൽ നിന്നാണ് അവൻ തൻ്റെ ജീവിതം ഉയർത്തിയത്. അവിടെ ഇരുന്ന് നിരാശനായില്ല, തൂങ്ങി മരിച്ചില്ല, വിഷം കഴിച്ചില്ല. പിയാജിയോ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. ഞാൻ രണ്ടാമത് മറ്റൊരു വ്യക്തിയിലേക്ക് വരിക. ഇതൊരു വിക്കനാണ്. ജെയിംസ് ഏൾ ജോൺസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1931 ജനുവരിയിൽ അമേരിക്കയിൽ ജനിച്ച ഒരു വിക്കനാണെന്ന് പറയാൻ കാരണം, ജെയിംസ് ഏൾ ജോൺസിനെ കുറിച്ച് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന ഒരു മാഗസീനിലാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ജെയിംസ് ഏൾ ജോൺസിനെ കുറിച്ച് അവനെനിക്കൊരു അതൊന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു മാഗസീനിലെ അവന് ഇറക്കിയിരുന്ന മാഗസീനിൽ പ്രസിദ്ധീകരിക്കാൻ ഒരു ലേഖനം, ആ പുസ്തകത്തിൽ നിന്ന് ലേഖനം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ എനിക്ക് തന്നത്. പക്ഷെ ആ പുസ്തകത്തിൽ മറ്റൊരു ലേഖനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അത് ഈ ജെയിംസ് ഏൾ ജോൺസിനെ കുറിച്ചാണ്. ആരാണ് ജെയിംസ് ഏൾ ജോൺസ്? ജെയിംസ് ഏൾ ജോൺസ് അമേരിക്കയിൽ ജനിച്ച, ശരിക്കും അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇയാൾ ഭയങ്കര വിക്കനായിരുന്നു എന്നാണ് പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കവിത ചൊല്ലാനായിട്ട് എണീറ്റു. അവൻ്റെ ടീച്ചറോട് പറഞ്ഞു, ഞാൻ കവിത ചൊല്ലാം. ആരാണ് ഈ കവിത ചൊല്ലുക എന്ന് ചോദിച്ചപ്പോൾ ജെയിംസ് പറയാം, ഞാൻ കവിത ചൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് വരിക. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ഇവൻ കവിത ചൊല്ലി. വിക്കനല്ലേ, മുഴുവൻ ചൊല്ലാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇവൻ്റെ കൂട്ടുകാരെല്ലാം ആർത്തി ചിരിച്ചു, പരിഹസിച്ച് ചിരിച്ചു. അവനെ ഏറ്റവും അധികം വേദനിപ്പിച്ച എന്താ അറിയോ? അവൻ്റെ തൊട്ടടുത്തിരുന്ന അവൻ്റെ ഗേൾ ഫ്രണ്ടും ചിരിച്ചു. അതാണ് അവനെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. അവൻ വീട്ടിൽ പോയി ഒരു ദിവസം മുഴുവൻ കരഞ്ഞു. അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു. അപ്പം അമ്മ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, മോനെ എന്ത് രസമാണ് നിൻ്റെ ശബ്ദം, നീ നാളെ പോയി ടീച്ചറോട് പറ, എനിക്കൊന്നുകൂടി കവിത പാടണം. അമ്മ അവനെ പാടാൻ അനുവദിച്ചു. വിക്കനാണെങ്കിൽ ആ വിക്കുകളുടെ ഇടയിലൂടെ അവൻ ആ കവിത പാടി. പിറ്റേന്ന് അവൻ ടീച്ചറോട് പോയി പറഞ്ഞു, ടീച്ചറെ എനിക്കൊന്നുകൂടി കവിത ആലപിക്കണം. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി. വിക്കനാണെങ്കിലും അവൻ്റെ ഈ ഒരു ധൈര്യം, ആത്മധൈര്യം ടീച്ചർക്ക് സന്തോഷമായി. ടീച്ചർ അവനെ അനുവദിച്ചു. ജെയിംസ് ഇന്ന് പാടും എന്ന് പറഞ്ഞു. ഇന്നലെ കിട്ടിയ ആ പ്രതികരണമല്ല ഇന്ന് അവന് കിട്ടിയത്. ജെയിംസ് കവിത പാടുമെന്ന് പറയുമ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാം കൈയടിച്ചു. അവനാകെ അത്ഭുതപ്പെട്ടു പോയി. അവൻ പറയാൻ, ജീവിതത്തിൽ ആദ്യം കിട്ടിയ ഒരു പ്രോത്സാഹനമായിരുന്നു. തലേന്ന് പരിഹസിച്ചവർ പിറ്റേന്ന് ജെയിംസ് കവിത പാടുമെന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചു.
അവൻ മനോഹരമായ കവിത പാടി. അവൻ പറയും കുറെ വിക്കുണ്ടായിരുന്നു എങ്കിലും പാടി. ഈ ജെയിംസ് ഏൾ ജോൺസ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ശബ്ദത്തിനുടമയാണ്. 2024 സെപ്റ്റംബർ ഈ ജെയിംസ് ഏൾ ജെയിംസ് മരിച്ചുപോയി. ജെയിംസ് ഏൾ ജോൺസ് മരിച്ചു. അദ്ദേഹം ഹോളിവുഡിലെ ഏറ്റവും വില കൂടിയ ശബ്ദത്തിൻ്റെ ഉടമയാണ്. CNN എന്ന ചാനല് ആരംഭിക്കുമ്പോൾ അവിടെ ഒരു മുഴങ്ങുന്നൊരു ശബ്ദം വരും, ദിസ് ഈസ് CNN. ഈ ശബ്ദം ജെയിംസ് ഏൾ ജോൺസിൻ്റെയാണ്. ഞാൻ അന്തം വിട്ടുപോയി. അതിന് അദ്ദേഹം ലക്ഷങ്ങളാണ് പ്രതിഫലം വാങ്ങുന്നത്. ഇഗോട്ട് എന്ന് പറയാം, അമേരിക്കയിൽ ഇഗോട്ട് എന്ന് പറഞ്ഞാൽ 4 അവാർഡുകളാണ്. എമ്മി അവാർഡ്, ഗ്രാമി അവാർഡ്, ഓസ്കർ അവാർഡ്, ടോണി അവാർഡ്. ഈ 4 അവാർഡുകളും ജെയിംസിന് കിട്ടി എന്നുള്ളതാണ്. 4 അവാർഡുകളാണ് ജെയിംസിന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണത്. 4 അവാർഡ് ഇഗോട്ട് എന്ന് പറയും. അതായത് എമ്മി അവാർഡ്, ഗ്രാമി അവാർഡ്, ഓസ്കർ അവാർഡ്, ടോണി അവാർഡ്. ടോണി അവാർഡ് ഓസ്കർ അവാർഡ് പോലെ തന്നെ ഒരു അവാർഡാണ്. ഹോളിവുഡിലെ ഏറ്റവും നല്ല പ്രകടനം നടത്തുന്നവർക്ക് കൊടുക്കുന്ന അവാർഡാണ്. ഒരുപാട് ശബ്ദം കൊടുത്ത വ്യക്തിയും കൂടിയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജെയിംസ് ഏൾ ജോൺസ് ശബ്ദം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ഒഥല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ. ദ ലയൺ കിങ് എന്ന സിനിമയിലെ ആ ലയന് ശബ്ദം കൊടുത്ത ആണ്. സ്റ്റാർ വാർസില് വില്ലന് ശബ്ദം കൊടുത്തു. അന്ന് ആർത്ത് ചിരിച്ചവരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിയ ഒരു വ്യക്തിയായി മാറി. എത്ര അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയെന്നറിയും? അമേരിക്കൻ തിയേറ്റർ ഹാൾ ഓഫ് ഫെയിം അവാർഡ്, നാഷണൽ മെഡൽ ഓഫ് ആർട്സ്, കെന്നഡി സെൻറ്റർ ഓഫ് ആർട്ടിസ്റ്റുകൾക്കുള്ള അവാർഡ്, സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് ലൈഫ് അവാർഡ്, അച്ചീവ്മെൻ്റ് അവാർഡ്, അക്കാഡമി ഹോണററി അവാർഡ്, ഓസ്കർ അവാർഡ്. അതിന് പുറമെ ധാരാളം മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. മരിക്കുമ്പോൾ 2024 മരിക്കുമ്പോൾ അദ്ദേഹത്തിന് മരണകാരണം ഇപ്പോഴും അറിയില്ല. ആരോഗ്യപരമായ എന്തോ കാരണം കൊണ്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ഒരു നടനായിരുന്നു, ശബ്ദം കൊടുത്ത ആളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെപ്പോഴും ഈ ജെയിംസ് ഏൾ ജോൺസിനെ എൻ്റെ മനസ്സിൽ കൊണ്ടിറക്കുന്ന ഒരു കഥാപാത്രമാണ്. ചെറുപ്പത്തിലൊരു വിക്കനായിരുന്നു. ഒറ്റ പ്രോത്സാഹനമാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനായത്. പലപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ആൻസറിൻ്റെ പകുതി പറയുന്ന കുട്ടികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും, വെരി ഗുഡ് എന്ന് പറയും. കാരണം ചിലപ്പോൾ അവനായിരിക്കും നാളെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു ചെറിയൊരു നന്മ കാണുമ്പോൾ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ജെയിംസ് ഏൾ ജോൺസ് പറയാണ്, ഞാൻ 2ാമത് കവിത പാടിയപ്പോൾ എനിക്ക് കിട്ടിയ കയ്യടിയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. എനിക്ക് മനസ്സിലായി എന്നിൽ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന്. ലോകത്തെ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങുന്ന ഏറ്റവും കൂടുതൽ വിലയുള്ള ശബ്ദത്തിൻ്റെ ഉടമയായി മാറി എന്നാണ് പറയുന്നത് ഈ നമ്മുടെ ജെയിംസ് ഏൾ ജോൺസ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ തലമുറ വളരെ വീക്കാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവർ പോയി ആത്മഹത്യ ചെയ്യുകയാണ്. ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരാളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുക. ലോകത്തെ ഏറ്റവും സമ്പന്നയായ കറുത്ത വർഗക്കാരിയായ സ്ത്രീ. ഞാനിത് പറയാൻ കാരണം, ഞാൻ മീഡിയയെക്കുറിച്ചാണ് കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ. അപ്പോൾ ഇൻ്റർവ്യൂകളെ ഇങ്ങനെ ഞാൻ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ മൈക്കിൾ ജാക്സനെ ഇൻ്റർവ്യൂ ചെയ്തതിനെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മൈക്കിൾ ജാക്സനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അദ്ദേഹം ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ആരും ഇൻ്റർവ്യൂ ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു സ്ത്രീയുണ്ട്, ഓപ്ര വിൻഫ്രേ എന്നാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. ഈ ഓപ്ര വിൻഫ്രയുടെ കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ടായിരുന്ന ഒരു ഷോയാണ് ഓപ്ര വിൻഫ്രേ ഷോ. ആരാണ് ഓപ്ര വിൻഫ്രേ? ഞാൻ ഈ ഓപ്ര വിൻഫ്രയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അവർ എങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നു, അവരെന്തായിരുന്നു എന്നുള്ളത്. അവർ റിച്ചസ്റ്റ് വിമൻ ഓഫ്
ബ്ലാക്ക് വുമൺ ഓഫ് വേൾഡ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. 1954 മിസിസിപ്പി എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇവർ ജനിക്കുന്നത്. അക്കാലത്തെ ഇവർ ജനിച്ച പേരൊക്കെ മിസിസിപ്പി എന്ന സ്റ്റേറ്റിലെ ഗ്രാമത്തിൽ അവർ ജനിക്കുന്നത്. ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു ഇവർക്ക് കൂട്ട്. അമ്മ ഇവരെ പ്രസവിച്ച് ഇവരെ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ട് വീട്ടു ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശിയാണ് ഇവിടെ വളർത്തിയിരുന്നത്. ഇവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് കൊടുത്തിരുന്ന ഉരുളക്കിഴങ്ങ് പൊതിഞ്ഞു വരുന്ന ചാക്കുകൊണ്ടുള്ള വസ്ത്രമാണ് ഇവൾ ധരിച്ചിരുന്നത്. അപ്പോൾ മറ്റുള്ളവർ പരിഹാസം കേട്ടിട്ടാണ് ഇവർ വളർന്നത്. ഉരുളക്കിഴങ്ങ് പൊതിഞ്ഞ് അമേരിക്കയിലേക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്നിരുന്ന, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്നിരുന്ന ചാക്ക്, അതുകൊണ്ടുള്ള ഒരു ഡ്രസ്സാണ് മുത്തശ്ശി ഇവൾക്ക് ഉടുക്കാൻ കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് പരിഹാസങ്ങൾ ചെറുപ്പത്തിൽ ഈ പെൺകുട്ടി കേട്ടിരുന്നു. പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രം, ഒരു പ്രിസ്ബിറ്റേറിയൻ വിശ്വാസിയാണ്, അതുകൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രം, അതായത് ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാണ്, പള്ളി അന്ന് അവരുടെ ചർച്ചിൽ അവരുടെ സൺഡേ സർവീസിന് പോകാൻ വേണ്ടി മാത്രം ഒരു നല്ല വസ്ത്രമുള്ളൂ. ആ നല്ല വസ്ത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. വേറെ നല്ല ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചാക്കുകൊണ്ടുള്ള ഡ്രസ്സായിട്ടിരുന്നത്. അവൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എവിടെ ചെന്നാലും അവൾ നന്നായിട്ട് വായിക്കും, നന്നായി സംസാരിക്കും. അവിടെ ചർച്ചിൽ സൺഡേ സർവീസിൽ ബൈബിള് മനോഹരമായി വായിക്കുമായിരുന്നു, കാണാതെ പറയുമായിരുന്നു. അവൻ്റെ കുട്ടികൾ അവളെ കളിയാക്കി വിളിച്ചു സുവിശേഷക എന്ന്, പ്രീച്ചർ എന്ന് പരിഹസിച്ചു. പരിഹാസങ്ങളുടെ മധ്യയാണ് ജീവിച്ചിരുന്നത്. നല്ല വസ്ത്രമില്ല, ഭക്ഷണമില്ല. മുത്തശ്ശി ഒരു വടി എപ്പോഴും കയ്യിൽ കരുതും. അവരുടെ വിശ്വാസം അതായിരുന്നു. വടി കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്നായിരുന്നു. അവളുടെ ദിവസം അടി കിട്ടാത്തൊരു ദിവസം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല അടിയും കിട്ടും. അങ്ങനെയാണ് അവൾ പറഞ്ഞത്. സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. വസ്ത്രമൊന്നുമില്ല, ഉള്ള വസ്ത്രം ധരിച്ച് അവൾ സ്കൂളിൽ ഇപ്പോൾ അവൾ പറഞ്ഞ അവളുടെ ജീവിതത്തിൽ അവൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്: സ്കൂളിൽ പോകുമ്പോൾ കറുത്ത വർഗ്ഗക്കാരായ മറ്റു കുട്ടികളെല്ലാം അവളുടെ കൂടെ ഉണ്ടാവും. അവരുടെ മാതാപിതാക്കളൊക്കെ വെളുത്ത വർഗ്ഗക്കാരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരാണ്. അവളുടെ കയ്യിൽ വലിയ പണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് അവൾ പണം ചെറുതായി മോഷ്ടിക്കും. അതുകൊണ്ടാണ് അവൾ ജീവിച്ചിരുന്നത്, എന്തെങ്കിലുമൊക്കെ വാങ്ങിയിരുന്നത്. ആ മോഷണം ഒഴിവാക്കാനായി തന്നെ ഇവളുടെ അപ്പൻ്റെ അടുത്തേക്ക് അമ്മ അയക്കുകയാണ്. അപ്പൻ ഇവളെ പഠിപ്പിക്കാൻ തയ്യാറായി, പഠിപ്പിക്കുമായിരുന്നു. നന്നായിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു. വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷെ അവളുടെ ജീവിതം അവിടെ ഭയങ്കര കഷ്ടപ്പാടുകൾ നിറഞ്ഞായിരുന്നു. പിതാവ് വേണ്ട വിധത്തിൽ ഇവളെ നോക്കിയില്ല. ഒരു കസിൻ 12ാമത്തെ വയസ്സിൽ ഇവളെ ദുരുപയോഗിച്ചു. 12 വയസ്സ് മുതൽ അയാളുടെ ശല്യം ഇവൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 14ാമത്തെ വയസ്സിൽ പെൺകുട്ടി ഗർഭിണിയായി, പ്രസവിച്ചു. ഒരു പ്രിമച്വർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പക്വത, വേണ്ടത്ര വളർച്ചയില്ലാത്തൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആൺകുട്ടി മരിച്ചുപോയി. അത് അവൾ തൻ്റെ TV ഷോയിൽ പറയുകയുണ്ടായി, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ എല്ലാ കഷ്ടപ്പാടുകളിലൂടെയും ജീവിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു: ഒരു TV അവതാരകയാവണം. ഒരിക്കലും സാധിക്കില്ല എന്നറിയാമായിരുന്നു. പക്ഷേ ഈ ആഗ്രഹം അവൾ ഉള്ളിൽ കൊണ്ട് നടന്നു. ഒരു TV അവതാരകയാവണമെന്നുള്ള ഈ ആഗ്രഹം അവൾ ഉള്ളിൽ കൊണ്ട് നടന്നു. അവളെ പലപ്പോഴും നല്ല ഡ്രസ്സ് ഇടുമ്പോൾ അവളൊരു TV അവതാരകയായിട്ട് അഭിനയിക്കും. അപ്പോൾ അവളെ സഹോദരി പരിഹസിക്കും: നിന്നെ എന്തിനു പറ്റും, നിനക്കൊന്നും കഴിയില്ല. അങ്ങനെ അവൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിൽ പലചരക്ക് കടയിൽ എടുത്തു കൊടുക്കലായിരുന്നു ജോലി. ജോലി ചെയ്യുമ്പോൾ അവളുടെ കൂട്ടുകാരന് ഉണ്ടായിരുന്നു. അയാളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. TV അവതാരകയാവണം. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം തൽക്കാലം ഒരു റേഡിയോ ജോക്കി ആയിക്കൊള്ളാം. ഒരു പ്രാദേശിക റേഡിയോയിൽ റേഡിയോ ജോക്കി ആയിട്ടാണ് അവൾക്ക് ജോലി കിട്ടിയത്. അവിടെ അതായത് ഇൻട്രൊഡക്ഷൻ, എന്തെങ്കിലും ഒരു ന്യൂസ് വായിക്കുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കലായിരുന്നു. പിന്നീട് അവൾ അവിടെ ന്യൂസ് റീഡറായി. അവളുടെ ശബ്ദവും അവളുടെ അവതരണ ശൈലിയും കണ്ടപ്പോൾ അവിടെ ഒരു പ്രാദേശിക TV അവതാരകയായിട്ട് അവൾക്ക് ജോലി കിട്ടി. അധികം താമസിയാതെ അവൾ 1-2 ഷോയും പ്രോഗ്രാംസും ഒക്കെ ചെയ്തു. ഈ ഷോകളാണ് അവളെ പ്രശസ്തയാക്കിയത്. ഓപ്ര വിൻഫ്രേ ഷോ. ഓപ്ര വിൻഫ്രേ ഷോ നമുക്ക് സ്റ്റാർ TV നമ്മൾ കണ്ടു തുടങ്ങിയത്. സ്റ്റാർ TV
ഓപ്ര വിൻഫ്രെ ഷോ നമ്മൾ കണ്ടതെന്നാണ്. നമ്മൾ ഉദാഹരണം ഓപ്ര വിൻഫ്രെ ഷോ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച സ്റ്റാർ ടി വിയിലാണ്. ഇവിടെ ആദ്യം കുറഞ്ഞ കാഴ്ചക്കാരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നീടാണ് സംഭവിച്ചത്. ഒരു ഷോ കാണാൻ 3 ലക്ഷത്തോളം പ്രേക്ഷകരുണ്ടായിരുന്നു എന്ന് പറയും. 3 ലക്ഷം പ്രേക്ഷകരായിരുന്നു ഓപ്ര വിൻഫ്രെ ഷോ കാണാനായിട്ട് എത്തിയത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പിന്നീട് 2000 ആ വർഷം 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ടായിരുന്ന ഷോയാണ് ഓപ്ര വിൻഫ്രെ ഷോ. എന്തായിരുന്നു ആ ഷോയുടെ പ്രത്യേകത? അവളുടെ ഹ്യൂമർ, അവളുടെ അവതരണ ശൈലി, അവളെ അവതരിപ്പിക്കുമ്പോൾ ആരെയും അവിടെ എംപതറ്റിക്കൽ ആയിട്ടുള്ള അവതരണം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടവരുടെ ചില സംഭവങ്ങൾ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ കണ്ണീരൊഴുക്കി എന്നാണ് പറയുന്നത്. അത്ര മനോഹരമായിരുന്ന അവതരണം എന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ടായിരുന്ന അവതാരകയായിട്ട് ഓപ്ര വിൻഫ്രെ മാറി. ഓപ്ര വിൻഫ്രയുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഒന്നുകൂടി എടുക്കുകയാണ്, ഒരു TV അവതാരകയാവണം എന്നായിരുന്നു. അത് അവൾ നേടി. ദാരിദ്ര്യത്തിനും പട്ടിണിയിലും കഴിഞ്ഞ അവൾ അത് നേടി. അവിടെ എന്തായി മാറി? ഒരു TV അവതാരകയായി മാറി. അമേരിക്കയിലെ ഏറ്റവും സമ്പന്നയായ കറുത്ത വർഗക്കാരി എന്ന റിച്ചസ്റ്റ് ബ്ലാക്ക് വുമൺ ഓഫ് ഗ്ലോബലി, ആഗോളവേ അവൾ അവതരിപ്പിച്ചു. വെൽത്തിയസ്റ്റ് ഫിമെയിൽ സെലിബ്രിറ്റി 20-ാം നൂറ്റാണ്ടിലെ ക്യൂൻ ഓഫ് ഓൾ മീഡിയ. ഇപ്പോഴും ആ സ്ഥാനം പോയിട്ടില്ല. ക്യൂൻ ഓഫ് ഓൾ മീഡിയ എന്നുള്ള സ്ഥാനം പോയിട്ടില്ല. ഇത് റിച്ചസ്റ്റ് ആഫ്രോ അമേരിക്കൻ വിമൺ ഓഫ് 20th സെഞ്ച്വറി എന്നാണ് പറയുന്നത്. ആഫ്രോ അമേരിക്കൻ വുമൺ ഓഫ് 20th സെഞ്ച്വറി, റിച്ചസ്റ്റ് ആഫ്രോ അമേരിക്കൻ വുമൺ ഓഫ് 20th സെഞ്ച്വറി. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും സമ്പന്നയായ, 21-ാം നൂറ്റാണ്ടിലും ഇപ്പോഴും അവളുടെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. 2007 ലോകത്തിലെ ഏറ്റവും ദ ഇൻഫ്ലുവൻഷ്യൽ വുമൺ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. സ്വന്തമായി അമേരിക്കയിൽ മുഴുവൻ പരന്നിറങ്ങുന്ന TV നെറ്റ്വർക്കിന്റെ ഉടമ. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടി എന്നുള്ളതാണ്. 10ഓളം അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഡോക്ടറേറ്റ് നൽകി. 30 അവാർഡുകളാണ് നേടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈഗോട്ട്, എമ്മി, ഗ്രാമി, ഓസ്കർ, ടോണി അവാർഡുകൾ നേടി എന്ന് പറയുന്നു. ഏറ്റവും അവസാനമായിട്ട് 2007-ലോ 2008-ലോ നമ്മുടെ ബറാക് ഒബാമ പ്രസിഡൻഷ്യൽ അവാർഡ് കൊടുത്ത് അവളെ ആദരിക്കുകയുണ്ടായി. എവിടെ നിന്നാണ് അവളുടെ ജീവിതം ആരംഭിച്ചത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. അവൾ ചെയ്ത ഏറ്റവും വലിയൊരു ഇൻ്റർവ്യൂ 1990-കളിൽ മൈക്കിൾ ജാക്സനെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. ദിവസങ്ങളോളം നീണ്ടു നിന്ന ഇൻ്റർവ്യൂ. രാവിലെ കുറച്ച് സമയം മൈക്കിൾ ജാക്സൺ അവൾക്ക് അനുവദിച്ചു കൊടുത്തുള്ള ആ കുറച്ച് സമയം കൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ഇൻ്റർവ്യൂ. ഒരുപാട് പേര് അതിന് പ്രേക്ഷകരായി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികൾക്കത് യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തു, എങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ഓരോ ഇൻ്റർവ്യൂവും അവൾ ചെയ്യുമ്പോൾ അവളുടെ ബോഡി ലാംഗ്വേജ്, ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുടെ ബോഡി ലാംഗ്വേജ്, അവർ പരസ്പരമുള്ള ആ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഞാൻ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ചരിത്രം സൃഷ്ടിച്ചവരും ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നവരും ആയ ധാരാളം വ്യക്തികൾ. നമ്മൾ പലപ്പോഴും അവരെയൊക്കെ മറന്നു കളയാറുണ്ട്. നമ്മൾ അവരെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ കവിഞ്ഞ് നമ്മൾ അവർക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളത്. നമ്മൾ കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു യുവാവിൻ്റെ ജീവചരിത്രമായിട്ടാണ് ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോവുക. സ്കൂളിൽ വിളിച്ചാലപ്പം ഞാൻ ഈ പുസ്തകമായിട്ടാണ് ക്ലാസ് എടുക്കാൻ പോവുക. ഈ പുസ്തകത്തിൻ്റെ പേര് വിരലറ്റം എന്നാണ്. വിരലറ്റം ഞാൻ വായിച്ചത്, ആ വിരലറ്റത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഒരു പത്ര കട്ടിങ്ങിലൂടെയാണ്. എനിക്ക് കിട്ടിയ ഒരു പത്ര കട്ടിങ്ങാണ്, ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്. സത്യം പറഞ്ഞാൽ പണ്ടാരോ പറഞ്ഞില്ലേ, മുട്ടായി പൊതിഞ്ഞു വന്ന പത്രം എടുത്ത് വായിച്ചുകൊണ്ട് ആദ്യം വായന തുടങ്ങിയത് എന്ന് പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ എന്തോ പൊതിഞ്ഞുകൊണ്ടുവന്ന പത്രത്തിലെ ഒരു കട്ടിങ്ങാണ് ഞാൻ ഈ വിരലറ്റം. ഒരു വർഷം 13ഓളം PSC പാസ്സായ ഒരു യുവാവിനോട്, 13-16 PSC പരീക്ഷകൾ പാസ്സായ ഒരു യുവാവിനെ കുറിച്ചായിരുന്നു അത്. അവൻ്റെ ഒരു മുഹമ്മദ് അലി ഷിഹാബ് എന്നാണ്. എനിക്കത് വലിയ സന്തോഷം. ഞാൻ ആ കട്ടിങ് എടുത്ത് എൻ്റെ പുസ്തകത്തിൽ വെച്ചു. എൻ്റെ പുസ്തകത്തിൽ പലതും വെച്ച പിന്നെ അത് കാണാതാവും.
അപ്പോൾ എവിടെയാണ് വെച്ചതെന്ന് പിന്നെ ഓർമ്മയില്ലായിരുന്നു. കുറേ തിരഞ്ഞപ്പോഴാണ് ഡയറിയിൽ നിന്ന് പിന്നീട് അത് കിട്ടിയത്. ഈ യുവാവ് അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് വിരലറ്റം. ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് വാങ്ങി കയ്യിൽ വെക്കണം. DC ബുക്സ് ആണത് വരച്ചിരിക്കുന്നത്. മുഹമ്മദ് അലി ശിഹാബ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്. ഞങ്ങൾ അരീക്കോട് എന്ന് പറയുന്ന അടുത്ത് ഒരു ഗ്രാമത്തിൽ. അവിടെ അവൻ്റെ പിതാവ് റോഡ് സൈഡിൽ ചെറിയ പെട്ടിക്കട നടത്തുക. അതുകൊണ്ടാണ് അവർ കുടുംബം കഴിഞ്ഞു വരുന്നത്. കുറേ മക്കളുണ്ട്, ചെറിയൊരു വീടുണ്ട്, കുറച്ച് കൃഷിയുമായി ജീവിച്ചു. അപ്പൻ്റെ ഈ ബിസിനസ് കൊണ്ടാണ് അവരുടെ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോയത്, സമൃദ്ധിയിൽ കഴിഞ്ഞു പോയത്. ഒരു കൊച്ചു പെട്ടിക്കട, ഞങ്ങളുടെ നാട്ടിലൊക്കെ പെട്ട അങ്ങനെ പെട്ടിക്കടകളുണ്ട്. അവിടെ കയ്യിലുകൾ, വീട്ടിലേക്കുള്ള ഈ എന്താ പറയുക, ചിരട്ടക്കയിൽ, പിന്നെ ചൂടിക്കയറ്, പിന്നെ ചെറിയ നാരങ്ങ വെള്ളം, ഇതൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ ഒരു കടയാണ് മുഹമ്മദ് അലി ശിഹാബിൻ്റെ അപ്പൻ നടത്തിയിരുന്നത്. ഇവന് 10-12 വയസ്സുള്ളപ്പോൾ ഈ ശിഹാബിൻ്റെ അപ്പൻ ശ്വാസം മുട്ടലുള്ളവളായിരുന്നു, അയാൾ മരിച്ചുപോയി. പിന്നെ ശിഹാബിനെ അമ്മ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അമ്മ മുക്കം അനാഥശാലയിൽ കൊണ്ടുപോയി ആക്കി. യത്തീം ഖാന എന്ന് പറയും. അനാഥശാലയിലാണ് അവനും അവൻ്റെ സഹോദരങ്ങളും വളർന്നത്. അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അനാഥശാലയിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. അത്യാവശ്യം ജീവിതകലകളൊക്കെ അവിടെ പഠിച്ചു. 10ാം ക്ലാസ് വരെ അവിടെ പഠിപ്പിക്കുകയുള്ളൂ. പിന്നീട് പഠിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവന് 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ അനാഥശാലയിൽ വന്നൊരു കളക്ടറാണ് അവന് പ്രചോദനം നൽകിയത്. കളക്ടറാവണം, മനസ്സിലെവിടെയോ കടന്നാണ്. പിന്നെ അതൊക്കെ പോയി. പിന്നീട് കൂലിപ്പണി തന്നെയാണ് ജീവിച്ചത്. കല്ല് വെട്ടാൻ പോയി. അതിനിടയിൽ അവൻ +2 പാസ്സായി. അനാഥശാലയിൽ തന്നെ നിന്നു. അനാഥശാല ജോലി ചെയ്ത് നിന്നു. അവൻ പറയാണ്, രാത്രിയിൽ 10 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ വെളിച്ചം പാടില്ല. അപ്പോൾ മുറ്റത്തുള്ള ആ വലിയ ലൈറ്റിൻ്റെ, അനാഥശാലയുടെ മുറ്റത്ത് വലിയൊരു പ്രകാശമുണ്ട്, ലൈറ്റുണ്ട്, അതിൻ്റെ ചുവട്ടിൽ അവൻ ഇരുന്ന് പഠിച്ചു. +2 പാസ്സായി. അത് സ്കൂളിൽ പോയല്ല പഠിച്ചത്. പിന്നെ ഡിഗ്രി പാസ്സായി. അതും വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി പാസ്സായി. ഇതിനിടയിൽ അവൻ 1-2 PSC പരീക്ഷ എഴുതിയ PSCകളെല്ലാം പാസ്സായി എന്നുള്ളതാണ് ഏറ്റവും. ഒരു PSC പോലും അവന് നഷ്ടമായില്ല. അവൻ എഴുതിയ PSC എല്ലാം പാസ്സായി. ഇതിനിടെ ചെറിയ ചെറിയ ജോലികൾ, കൂലിപ്പണി ചെയ്തു. കല്ല് വെട്ടാൻ പോയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ലാറ്ററൈറ്റ്, അതായത് വെട്ടുകല്ലിൻ്റെ ഇതുണ്ട്. അത് ഈ ഭാഗത്തൊക്കെ, അരീക്കോട് ഭാഗത്തൊക്കെ വെട്ടുകല്ലിൻ്റെ, അവിടെ അന്ന് മെഷീനല്ല, കല്ല് വെട്ടാൻ കുഴി എന്ന് പറയും. ആ കല്ല് വെട്ടാൻ പോവും. അത് മിനുക്കിയെടുക്കും, ഒരു മഴ കൊണ്ട് മിനുക്കിയെടുക്കും. അതാണ് അവൻ ചെയ്തിരുന്നത്. കല്ല് വെട്ടാൻ പോയി, കൂലിപ്പണി ചെയ്തു. മാവൂർ ഗോളിയറൻസിൽ ഡെയിലി ശമ്പളത്തിന് ജോലി ചെയ്തു. മഞ്ചേരി നഗരത്തിലെ ഹോട്ടലിൽ സപ്ലയറായിട്ട് ജോലി ചെയ്തു. ഇതിനിടയിൽ അവൻ B.Ed പാസ്സായി. പഞ്ചായത്ത് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ്. പഞ്ചായത്ത് ക്ലർക്കായല്ല, പഞ്ചായത്ത് സെക്രട്ടറി അല്ല, ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ്. അവിടെ നിന്ന് B.Ed പാസ്, ഒക്കെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് കയറി. ഇതിനിടയിലാണ് ഒരു വർഷം 16 PSC ടെസ്റ്റുകൾ പാസ്സാവുന്നത്. കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഒന്ന് IAS എഴുതി നോക്കാം, ചിലപ്പോൾ കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാമിനേഷൻ അതവൻ എഴുതി. പ്രിലിമിനറി പരീക്ഷ എഴുതി. എത്ര പ്രാവശ്യം എഴുതിയെന്ന് എനിക്കറിയില്ല. ഏതായാലും അത് പാസ്സായി. പിന്നീടുള്ള ഇൻ്റർവ്യൂവിൽ അവൻ്റെ ജീവിതകഥയാണ് പറഞ്ഞത്. ഇപ്പോൾ നാഗാലാൻഡിൽ കളക്ടറാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയ ആൾ പറഞ്ഞിട്ടുണ്ട്, ഇച്ഛാശക്തിയുടെ വിജയമാണ് മുഹമ്മദ് അലി ശിഹാബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു യുവാവിൻ്റെ, അതായത് ഈ മുഹമ്മദ് അലി ശിഹാബിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ, എനിക്ക് ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് അവനായിട്ട് പരിചയമുണ്ട്, ശിഹാബുമായിട്ട് പരിചയമുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിലേക്ക് ശിഹാബിനെ ക്ഷണിക്കാൻ ഞാൻ ആ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു. അവൻ ക്ഷണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് എനിക്കൊന്നും അറിയില്ല, എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനം നൽകിയ ഒരു യുവാവാണ് മുഹമ്മദ് അലി ശിഹാബ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മളിവരെ ഒന്നും കണ്ടെത്താൻ ശ്രമിക്കാറില്ല. അവർ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നവരാ. അവർ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവും. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ആവും, നമുക്കറിയാൻ പറ്റും. ജീവിതം തന്നെ ഒരു വലിയ സന്ദേശമായവർ ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട്.
ജീവിതം ഒരു വലിയ സന്ദേശമായവർ, അവരാണ് ചരിത്രം സൃഷ്ടിച്ചവർ, ചരിത്ര പുരുഷന്മാരെന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും നമ്മുടെ ലോകത്തിന് എന്തെങ്കിലും സംഭാവനകൾ നൽകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുണ്ട് എന്നും നമ്മൾ അന്വേഷിക്കാൻ കൂടി സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ നിർത്തുന്നു. സമയം എന്ന സാബു സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. വളരെ മനോഹരമായ സെഷൻ. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കുകയായിരുന്നു. ഓരോ കഥകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ന് തീർച്ചയായിട്ടും അവതരണത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ആദ്യമായി ഹാരിസിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്ന ആ പുസ്തകം ഒരു ദേശത്തെ അടിമത്തത്തിൻ്റെ എല്ലാ സാധ്യതകളെയും തൂത്തെറിഞ്ഞ മനോഹരമായ ഒരു കഥ. ആ ഒരു പുസ്തകത്തിൻ്റെ ആശയത്തിലൂടെ ഡോൺ ക്വിക്സോട്ടിൻ്റെ മൈക്കിൾ എഴുതിയ കഥയിലൂടെ ലോകം മുഴുവൻ പൊട്ടിച്ചിരിക്കാൻ സാധിച്ചു എന്ന് സാറ് പറഞ്ഞു. ഇടത് കൈയും ഇല്ലാതെ വലത് കൈ മാത്രം ഉപയോഗിച്ച് എഴുതിയ ആ മനോഹരമായ കഥ. അദ്ദേഹം യുദ്ധം ചെയ്യാൻ പോയതും അദ്ദേഹത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചൊക്കെ സാറ് പറഞ്ഞൊക്കെ വളരെ രസകരമായി തോന്നി. വിമാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഷെഡിൽ നിന്ന് 2 വീലുകളിലൂടെ വെസ്പ എന്ന് പറഞ്ഞ സ്കൂട്ടർ ലോകത്തിന് സമ്മാനിച്ച ഹെൻറിയോ പിയാഗി, വളരെ ഹെൻറിക്കോ പിയാഗി, യെസ്, വളരെ കൃത്യമായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിച്ചു എന്ന് പറയും. പിന്നെ സാർ പറഞ്ഞത് ജെയിംസ് എൽ ജോൺസനെ കുറിച്ചാണ്. വിക്കനായി കവിത ചൊല്ലുന്ന, അല്ലേ, എന്നാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ശബ്ദത്തിൻ്റെ ഉടമയായ 4 അവാർഡുകളും കരസ്ഥമാക്കിയ, ലോകത്ത് ഏറ്റവും പ്രചോദിപ്പിക്കുന്ന 4 അവാർഡുകൾ കരസ്ഥമാക്കിയ CNN ചാനലിൻ്റെ അനൗൺസറായ ആ വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ കയ്യടിയിലൂടെ, ഒരു ദിവസത്തെ കയ്യിലൂടെ കിട്ടിയ മോട്ടിവേഷൻ തീർച്ചയായിട്ടും വളരെ ലയൺ കിങ്ങിൻ്റെയൊക്കെ ശബ്ദം നൽകിയ വ്യക്തി എന്ന നിലയിൽ. പിന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അറിയുന്ന ഓപ്പൺ വിൻഫ്രെ എന്ന മനോഹരമായ അവതാരിക, സമ്പന്നയായ കറുത്ത വർഗ്ഗക്കാരി മൈക്കിൾ ജോൺസനെ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി, ചാക്കുകൊണ്ട് ഡ്രസ്സ് ധരിച്ച, അല്ലേ, എപ്പോഴും മനസ്സിലുള്ള ആഗ്രഹം കെടാതെ സൂക്ഷിച്ച അവസാനം അതുതന്നെയായി തീർന്ന ആ ഒരു അത്ഭുത പ്രതിഭ. അവസാനം സാറ് പറഞ്ഞ മുഹമ്മദ് അലി ശിഹാബ്, അദ്ദേഹം ഇപ്പോഴും നാഗാലാൻഡിൽ തന്നെ ഉണ്ട്. അവിടുത്തെ കമ്മീഷണർ ആൻഡ് സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ കഥയും വളരെ വളരെ തീർച്ചയായിട്ടും സാറ് ഒരു മോട്ടിവേഷൻ എന്ന തലത്തിൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ, മോട്ടിവേഷൻ ആർക്കും, അത് കുട്ടികൾക്കെന്നല്ല, എല്ലാവർക്കും, ഞങ്ങൾ പോലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര മനോഹരമായ കഥകൾ. തീർച്ചയായിട്ടും ഈ കഥകളെല്ലാം ഒന്ന് മെച്ചമായി ഉപയോഗിക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ വിജയ കഥകൾ തന്നെയാണ്, വിജയത്തിൻ്റെ രസതന്ത്രങ്ങൾ തന്നെയാണ്. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ സെഷൻ. ശുദ്ധോധനൻ ഡോക്ടറൊക്കെ ഈ കഥകൾ കൊണ്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, നമുക്ക് ശുദ്ധോധനൻ ഡോക്ടറിൽ നിന്ന് തുടങ്ങാം. പറയൂ സർ. സർ, ഞാൻ ബാംഗ്ലൂരിലാണ് ഇപ്പൊ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞാനിവിടെ ഞങ്ങളുടെ ഈ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ OISCAയുടെ ഇന്റർനാഷണൽ സമ്മിറ്റിന് വന്നിരിക്കുകയാണ്. അപ്പൊ 33 കൺട്രീസ് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. നാളെ തുടങ്ങുകയാണ്. ഞാൻ ബാംഗ്ലൂരിലെത്തി. പക്ഷെ ഭയങ്കരമായ തണുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെവി മൂടി ഒക്കെ ഇരിക്കുന്നത്. എനിക്ക് തണുപ്പ് താങ്ങാനുള്ള ശേഷി വളരെ കുറവാണ്. പക്ഷെ ഞാൻ വല്ലാതെ ഉത്തേജിതനായി എന്ന് പറഞ്ഞാൽ എനിക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ആഹ്ലാദത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്നെ പോലെ തന്നെ സാബു സാർ താടിക്ക് കൈ കൊടുത്ത് ഈ ക്ലാസ്സിന്റെ ആ ഒരു മാജിക് സ്പെല്ലിൽ ഇരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഈ ധാരാളം വായനക്കാര് പരിചയമുള്ള ആളാണ് ഞാൻ. വായിക്കുന്ന ആളുമാണ്. ഞങ്ങളുടെ പാലക്കാട് ജില്ലാ ലൈബ്രറി മാസത്തിലൊരിക്കലുള്ള ഈ പുസ്തകങ്ങൾ വായിച്ച് അഭിപ്രായം പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിന് വായന എന്നാണ് ഞാനാണ് പേരിട്ടത്. അപ്പൊ സാറിനെ പോലെ തന്നെ ഈ എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, മുണ്ടൂര്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് മധുരം ഗായതി എന്നാണ്. മുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയപ്രകാശിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ലൈബ്രറി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കും അവിടെ വരാം. ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ഒരു ലെമൺ ടീയും കൊടുക്കും. ഇരുന്ന് വായിക്കാനുള്ള ചെയറും കൊടുക്കും. അപ്പൊ അവിടെ ഇരുന്ന് ഏത് പുസ്തകം എടുത്ത് വായിക്കാവുന്ന രീതിയിൽ ഒരു അപ്പൂപ്പനിപ്പോ വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഈ
കഥകൾ കേട്ടിട്ട്, ഞാൻ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഓഫീസറാണ്, അപ്പോൾ എൽഡറാണ്, സീനിയർ സിറ്റിസണിൽ പെട്ട ആളാണ്. പക്ഷെ ഈ കഥകൾ എനിക്ക് എന്തുമാത്രം ആവേശം പകർന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള. അപ്പൊ അത് ഗംഭീരമായൊരു മോട്ടിവേഷൻ എന്ന് സാറ് പറഞ്ഞത് കുറെ ഈ ജീവചരിത്രങ്ങളാണ് പറഞ്ഞത്. ജീവചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രം സൃഷ്ടിക്കുന്നവരുടെ ജീവിത സന്ദേശങ്ങളൊക്കെ നമുക്ക് തളർന്നു പോകാതിരിക്കാൻ താങ്ങി നിർത്താൻ. ഈ ഡോൺ കിക്സോട്ടൊക്കെ വായിച്ചപ്പോഴൊക്കെ ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇടത് കൈ വലത് കാലും നഷ്ടപ്പെട്ടു പോയ ഒരാൾ എഴുതിയ ഈ വിൻമില്ലിന്റെ അടുത്ത് പടയാളികളായിട്ട് ഈ വന്ന് പോരാടുന്നതും ഒക്കെ ആയിട്ട്. അന്ന് അത് ചിരിക്കാനുള്ള ഒരു തമാശയായിരുന്നു. പക്ഷെ അത് എനിക്ക് ആദ്യത്തെ സാറിന്റെ അവതരണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ വല്ലാതെ അത്ഭുത പരതന്ത്രനായിരിക്കുകയാണ്. വായിക്കുന്നത് അല്ല, അത് അവതരിപ്പിക്കുന്നതിന്റെ സ്റ്റൈല്. ഒരൊന്നിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഡോൺ കിക്സോട്ടിന്റെ കാര്യം കേട്ട് കഴിഞ്ഞ് അത് അവസാനിക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് സാർ പെട്ടെന്ന് അടുത്ത ഈ ജെയിംസ് വിക്കന്റെ കഥയിലേക്ക് ജമ്പ് ചെയ്യാണ്. അതായത് കൊളുത്തി പിടിക്കുന്ന പോലെ ഗ്രിപ്പിംഗ്. ഇറ്റ് വാസ് സോ ഗ്രിപ്പിംഗ്. പിന്നെ സാർ അധ്യാപകനായിരുന്നുകൊണ്ട് ഉള്ള ഒരു നറേഷന്റെ ഫ്ലോ ഇല്ലേ, അത് വളരെ വളരെ എന്താ പറയുക, അൺയൂഷ്വലി ബ്യൂട്ടിഫുൾ. ഒന്ന് സാർ ഇങ്ങനെ നിർമ്മമനായിട്ട് സൈഡിൽ നിന്നുകൊണ്ട് ദാ ഇവരെയൊക്കെ ഞാൻ കാണിക്കുകയാണ്, നോക്കിക്കോളൂ ഇവരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൺക്ലൂഡിങ് ആളില്ലേ നമ്മുടെ മുഹമ്മദ് അലി ശിഹാബ്, അദ്ദേഹത്തിനെ പറ്റിയിട്ട് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബാംഗ്ലൂർ തണുപ്പിലും രോമാഞ്ചം ഉണ്ടായി. അത്ര ഗംഭീരമായിട്ടുള്ള കുറേ പേരുടെ ജീവചരിത്രങ്ങൾ. ഞാൻ ഈ ഒരു നമ്മൾ കഥകളും കവിതകളും നോവലുകളും ഒക്കെ വായിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കേണ്ടത് ജീവചരിത്രങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ജീവചരിത്രം എന്ന് കേൾക്കുമ്പോൾ മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ല. ഇതേപോലെ ഈ ഇരുളിൽ പതിഞ്ഞു കിടക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട്, അവരുടെ ജീവിത കഥകളൊക്കെ വായിക്കുമ്പോഴാണ് ഈ വളരെ വളരെ ചെറിയ കാര്യങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. എന്താ ഇവിടെ ബാംഗ്ലൂരിലിരുന്ന് ഞാൻ വായിച്ചു, ഞാൻ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ പഞ്ചായത്ത് നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങ് തൂങ്ങി മരിച്ചു എന്ന്. ചെറിയ ഒരു വീഴ്ചയിലൊക്കെ തൂങ്ങി മരിക്കുന്നവർ, തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതുകൊണ്ട് തൂങ്ങി മരിച്ചു. അതേപോലെ തന്നെ കാമുകി നിരസിച്ചപ്പോൾ തൂങ്ങി മരിച്ചു. അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് നമ്മുടെ രമണനെ പോലെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇത് സാറ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമല്ല, എല്ലാവരും സാറിനെ പ്രസന്റ് ചെയ്യണം. ഈ കഥാകഥന രീതിയില്ലേ, അത് കഥയല്ലേ, ഇത് വല്ലാത്ത ഈ വിരലറ്റം പത്രക്കട്ടിങ് സാറ് വായിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്കത് പകർന്നു കിട്ടിയത് ഈ വിരലറ്റം അല്ല, ഒരു കടലാഴം എന്ന് പറയാവുന്ന രീതിയിലുള്ള അറിവുകൾ പകർന്നു കിട്ടി. എനിക്കതിന് ഓരോന്നിനെ എടുത്ത് പറയാനായിട്ട് ഇന്നും കഴിയുന്നില്ല. ഞാൻ വല്ലാതെ ആഹ്ലാദഭരിതനാണ്. ഇന്നത്തെ ഈ ഒരു ഈവനിങ് സാബു സാർ അറേഞ്ച് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സമ്മാനങ്ങളിലൊന്ന് ഈ ബോബൻ സാറിന്റെ. അസൽ സാർ ഈ ബോബൻ എന്ന് പേരിടാൻ കാരണം നമ്മുടെ ടോംസിന്റെ ബോബനും മോളിയിൽ നിന്നും പ്രചോദനം കൊണ്ടിട്ടാണോ എന്ന് സാർ അന്വേഷിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ തലമുറകൾക്കൊന്നും മറക്കാൻ കഴിയാത്ത, ബോബൻ എന്ന് കേട്ടാൽ ഉടൻ മനസ്സിലേക്ക് ഓടി വരുന്ന പേര് ടോംസിന്റെ. മനോരമയുടെ ലാസ്റ്റ് പേജ് വായിച്ചിരുന്ന കുട്ടിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. മനോരമ വീക്കിലി വരുമ്പോഴത്തേക്ക് ഏറ്റവും പിന്നിൽ തുറന്ന് വായിച്ചിരുന്നത് ഈ ബോബനും മോളിയുടെയും ആദ്യം വായിക്കുന്നത് അതായിരുന്നു. അപ്പോൾ ബോബനും മോളി മനസ്സിലേക്ക്. സാറ് ആ ബോബനിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണോ സാറിന്റെ അച്ഛൻ ആ പേര് ഇട്ടതെന്ന് എനിക്ക് അറിയാനൊരു മോഹമുണ്ട്. അതേപോലെ ഞാൻ സാറിന്റെ ഫോൺ നമ്പർ സാബു സാറിൽ നിന്ന് കളക്ട് ചെയ്തുകൊള്ളാം. യു വിൽ ബി ഇൻവൈറ്റഡ് ഫോർ സം എലൈറ്റ് റീഡേഴ്സ് ഗ്രൂപ്പ് ഇൻ പാലക്കാട്. സാറ് അടുത്ത് തന്നെ ആയതുകൊണ്ട് പാലക്കാട് എത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത മാസം തന്നെ സാറ് പാലക്കാട് സന്ദർശിക്കാൻ ഞാൻ സാറിനെ നേരിട്ട് ക്ഷണിക്കാനായിട്ട് വരുന്നുണ്ട്. യു വിൽ ബി അവർ ഗസ്റ്റ് ഫോർ 1 or 2 schools and also teachers organization. Thank you so much. I am spellbound with your presentation, sir. Thank you. Thank you, sir. Thank you. Roy, sir. Not here. കഴിഞ്ഞ ക്ലാസ്സിലെ 5 വിലപ്പെട്ട ഉദാഹരണങ്ങളും ജീവിതകഥകളും പറഞ്ഞ് പോയ സാറിന് ഇന്നത്തെ ദിവസം വളരെയധികം സ്റ്റോക്കുകളുള്ള അതുപോലത്തെ ഉള്ള ചരിത്രങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് ആദ്യമായി മനസ്സിലാക്കാൻ കഴിയും. ജീവിതം തന്നെ വലിയ സന്ദേശമായി മാറിയിട്ടുള്ള കുറേ വ്യക്തികളെ ഇതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട്
അത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത സാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. മാത്രമല്ല, ഇത് നമ്മൾക്കും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ ഉപകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാർ പറഞ്ഞ ഹാരിയറ്റ് വിക്ടർ അമേരിക്കൻ ജീവിതത്തിൽ വിപ്ലവാത്മകമായ മാറ്റം നടത്താൻ വേണ്ടി സഹായിച്ച അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, കഴിഞ്ഞകാല അനുഭവങ്ങൾ വളരെ മോട്ടിവേഷനിലാണ്. അതുപോലെ തന്നെ ഹെൻറി പിയാജിയോ, എല്ലാം നശിച്ച് കത്തിപ്പോയ ആ ഷെഡിൽ കിടന്ന 2 ചക്രങ്ങൾ കൊണ്ടാണ് ഈ സ്കൂട്ടർ ഉണ്ടാക്കിയത് എന്ന് പറയുന്നതും ഒക്കെ വളരെയധികം ഇൻസ്പിരേഷൻ, ഏതവസ്ഥയിലും ഉള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സാർ പറഞ്ഞ ജെയിംസ് എൽ ജോൺസൺ, വിക്ക് കൊണ്ട് വളരെയധികം പരിഹാസ്യനായ അദ്ദേഹം ഏറ്റവും വലിയ ശബ്ദത്തിൻ്റെ ഉടമയെ, അതും വളരെയധികം പ്രചോദനം നൽകുന്ന എഴുതാണ്. പിന്നെ പറഞ്ഞ ഓപ്പറ വിൻഫ്രഡിൻ്റെ കാര്യം, അതായത് ഇൻഫ്ലുവൻഷ്യൽ വിമൺ ഓഫ് ദി വേൾഡ് എന്ന പദവി കിട്ടുകയും അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് കിട്ടുകയും ചെയ്ത ആ വ്യക്തിയുടെ ഒരു ബേസ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളും മറ്റതും ഒക്കെ. എന്തിനേറെ പറയുന്നു, ഇന്നും സാറിൻ്റെ നാട്ടുകാരൻ എന്ന് പറയുന്ന മുഹമ്മദ് ശിഹാബിൻ്റെ കാര്യം പറഞ്ഞു. മുഹമ്മദ് അലി ശിഹാബ്, അതായത് ഒരു വിരലറ്റം എന്ന ബുക്ക് എഴുതിയ, ആ ബുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞത് പൊതിഞ്ഞു കെട്ടി വന്ന ഒരു പേപ്പർ കഷണമാണ്. അത് സാറിന് വരെയും മോട്ടിവേറ്റ് ചെയ്ത്, ഈ കഥ പറഞ്ഞ സാറ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. എനിവേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഇങ്ങനെ ഉള്ള 10 കഥാപാത്രങ്ങളെയാണ് സാറ് 2 ദിവസമായി നമ്മളിൽ തന്നത്. ഒന്നല്ല, 10 അവരുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ കൂടുതലൊരു മോട്ടിവേഷൻ കിട്ടാൻ ബോബൻ സാറിൽ നിന്ന് ഇനി വേറൊന്നും കിട്ടാനില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും കിട്ടാനുള്ളത് വീണ്ടും കിടക്കുക, സ്റ്റോക്ക് ഇഷ്ടം പോലെ. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സർ. മനോജ് സർ. ബോബൻ സാർ നമസ്കാരം. ഞാൻ ഇന്നലെയാണ് ബോബൻ സാറിനെ ആദ്യമായി കണ്ടത്. ഇതിനു മുന്നേ നടന്ന ക്ലാസ്സിലും എനിക്ക് വരാൻ പറ്റിയില്ല. ഈ സൗ സാറിൻ്റെ സെഷനിലൊക്കെ ഓരോ ദിവസവും വരുന്നത് ഓരോ ഈ പറഞ്ഞ അത്ഭുതങ്ങൾ, ഡോക്ടർ പറഞ്ഞ മാതിരി വലിയ അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റിയൊക്കെ ഉണ്ട് സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ. ഇന്നലെ ഞാൻ ഈ ബോബൻ സാറിനെ കാണുമ്പോൾ, ഇന്നലെ PCTയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനൊക്കെ വന്നപ്പോഴാണ് സാർ ഞാൻ കണ്ടപ്പോൾ തന്നെ അവിടെ പലരും ഉണ്ടായിരുന്നു. എനിക്ക് അറിയാൻ പറ്റാത്തവരായിരുന്നു അവിടെ കൂടുതൽ. ഈ പ്രത്യേകിച്ച് ഒരു പുതുമുഖമായതുകൊണ്ട് അറിയാം. നമ്മുടെ ജോസഫ് ജോൺ സാറുണ്ടായിരുന്നു, സാബു സാറുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ വരുന്ന മിക്കവാറും. എങ്കിലും അപരിചിതരായതിൽ എനിക്ക് ഏറ്റവും കണ്ണുടക്കിയത് ബോബൻ സാറിലായിരുന്നു. സാറ് അവിടെ സ്റ്റേജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. ഒരു പക്ഷേ ജുബ്ബയല്ല, സാറിനുള്ള ആ കലാകാരനെയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അവസാനമാണ് സാറ് തബല പ്ലേ ചെയ്യുമായിരുന്നുവെന്നും, പക്ഷേ ഇതാണ് കലയ്ക്കും എന്തോ ഒരു ഇന്നർ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ശ്വാസം പിടിച്ച് ഇത്രയും ഹാരിയറ്റ് ബീറ്റർസോവിൽ തുടങ്ങി മുഹമ്മദ് അലി ഷിഹാബിൽ 6 പേരുടെ കാര്യം, ഇത്ര മനോഹരമായ ഒരു സിനിമ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 6 സിനിമ കണ്ട ഫീലാണ് ഒറ്റയടിക്ക്. അതാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോകുന്ന ആ ചാരുത നമ്മൾ അറിയുന്നില്ല ശരിക്കും. അപ്പം ഈ 6 പേരുടെ ഇത് ചരിത്രമല്ല, ജീവിതകഥകളാണ്. അപ്പോൾ ആ ജീവിതകഥകളിൽ കൊണ്ടുള്ള ഗൂസ് ബംസ് എന്നൊക്കെ പറയും. ശരിക്കും എനിക്കത് ഫീൽ ചെയ്തു. ഇന്നലെ സാറിനോട് അവസാനമാണ് സംസാരിച്ചത്. ഞങ്ങൾ ആ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമേ ഇദ്ദേഹമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാറ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ, ഇന്നും അതാ സംഭവിച്ചത് ഡോക്ടർ, കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സാറിൻ്റെ കഴിവ്. അധ്യാപകൻ ആണ്, പിന്നെ വർഷങ്ങളോടുള്ള വായനാശീലം. ഇങ്ങനെ വെറൈറ്റി പറ്റുമെന്ന് ശരിക്കും ഞാൻ എൻ്റെ അച്ഛൻ
ടീച്ചറായിരുന്നു, മുൻഷി സാറായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ വായനാശീലമൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് അടക്കം ഞങ്ങൾക്കൊക്കെ വായിച്ചു തരുന്ന അച്ഛൻ ആയിരുന്നു. പിന്നെ അതൊക്കെ എനിക്ക് സംഗീതമായിട്ടൊക്കെ ബന്ധമായ ജോലി തിരക്കുമായിട്ട് വായനയിടയ്ക്ക് വളരെ കാലത്തേക്ക് ഗൾഫിലെ ജീവിതമൊക്കെ ആയിട്ട് മല്ലടിക്കുമ്പോൾ വായനയൊന്നും ഉണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അതിന് പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വേണ്ടി വായന എന്നെ വീണ്ടും പിടികൂടി. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കണ്ടന്റ് വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ അടക്കം പരിപാടി ചെയ്ത്. ഇത് വലിയ ഇൻസ്പിറേഷനാണ്. അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടേഴ്സിനെ നമ്മുടെ സമൂഹത്തിലും പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള സമൂഹത്തിൽ സാറിനെ പോലുള്ളവർ ഇറങ്ങി വന്ന് ഈ മെസ്സേജ് ഇതിനേക്കാളും വലിയ രീതിയിൽ കൊടുക്കണമെന്നാണ്. നമ്മൾ ആത്മഹത്യകൾ കാണുന്നു എല്ലാ മേഖലകളിലും. ഇപ്പോൾ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക് പോലെയാണ്. സ്ഥാനാർത്ഥികൾ വരുന്നില്ല, നമ്മൾ ലീഡർഷിപ്പ് ഉള്ളവർ പോലും ഇപ്പോൾ തൂങ്ങി മരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മെസ്സേജാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ അറിയുകയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെയിംസ് ജോൺസൺ. അദ്ദേഹത്തിൻ്റെ ശബ്ദം, പ്രത്യേകിച്ച് നമ്മൾ കലാകാരന്മാരാകുമ്പോൾ സൗണ്ടും ശബ്ദവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അതേപോലെ ഖനമുള്ള ശബ്ദവും സാറേ ലോകം കേട്ടിട്ടില്ല. അത്രമാത്രം ഗാംഭീര്യമുള്ള ശബ്ദത്തിൻ്റെ ഉടമ അത്. പിന്നെ അതുപോലെ തന്നെയാണ് ഓപ്ര വിൻഫ്രയുടെ കാര്യം. അവരെ അറിയാൻ വയ്യാത്തവർ ആരുമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഓപ്ര വിൻഫ്രയെ കാണാത്തവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാർ 1986 മുതലാണ് ആ ഷോ സീരിയൽ വന്നു തുടങ്ങിയത്. ഏതാണ്ട് 2010, 11, 12 കാലം വരെ അത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എൻ്റെ അറിവ്. എനിക്കറിയുള്ളൂ. സാറിന്, ബോബൻ സാറിന് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ കണ്ട ആ ഫീലിങ്ങിൽ നിന്നുകൊണ്ട് സാറിൽ കൂടി ഇവരെയൊക്കെ കേൾക്കാൻ പറ്റിയ ഈ നല്ല ദിവസത്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്. നല്ല സായാഹ്നമായിരുന്നു. ഏറ്റവും അവസാനം വിരലറ്റത്തിൽ കൂടി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇത്രമാത്രം ഉന്നതങ്ങളിൽ കൈയെത്തിപ്പിടിക്കാൻ പറ്റിയവരുടെ കഥ സാറിൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന് അവരെയൊക്കെ പോലുള്ളവർ കഥ. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു കളക്ടർ ഉണ്ടെന്ന്. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മുഹമ്മദ് അലി ശിഹാബിനെ കുറിച്ച് കേൾക്കുന്ന പോലും നമ്മുടെ അജ്ഞത കാരണം ആദ്യമായിട്ടാണ്. അപ്പോൾ ബോബൻ സാറിനെ ഇന്നലെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ഈ പറഞ്ഞ ഇപ്പോൾ ഉള്ള ഈ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസവും, അതുപോലെ ഇന്ന് സാറിനെ കേൾക്കാൻ പറ്റുന്നു. ഇത്രയും പേര് 6 സിനിമ കണ്ട പ്രതീതിയോടു കൂടെയാണ് ശരിക്കും ഇരിക്കുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ. ഇതിന് ഇനി വരണം. ഇപ്പം റോയ് സാറാണത് പറഞ്ഞത്. 10 കഥകൾ കേട്ടില്ല. ഞാൻ ഇപ്പോൾ 6 കഥകളെ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിൽ, സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിന് എന്നാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങി ഇനിയൊരു 2700, 3000 എപ്പിസോഡ് വരെ പോകാനുള്ള ത്രാണി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. അതുകൊണ്ട് ഇനിയും നമുക്കിതുള്ള കഥകളും ഒക്കെ ആയിട്ട് സാർ നന്നൊരു നല്ല ദിവസത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിലും ഒക്കെ നന്ദി, നമസ്കാരം. കൂടുതലൊന്നും പറയാനില്ല. ജോസഫ് സാർ, താങ്ക് യു സർ. അപ്പോൾ ആദ്യമേ തന്നെ ഈ അവസരത്തിന് നന്ദി പറയുകയാണ്. ബോബൻ സാറിനെ നേരത്തെ മുതലേ അറിയാം, ഇത്ര അടുത്തറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അറിവിൻ്റെ ഒരു നിറകൂടമാണ് അത്. നിറകൂടം തുളുമ്പില്ല എന്ന് പറയത്തില്ലേ, അതാണ് സാറിൻ്റെ ഒരു ഒതുക്കവും അല്ലെ, അടക്കം ഒതുക്കവും കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് ഇന്നലെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ആത്മഹത്യ ഇപ്പോൾ ഒരു സാധാരണ സംഭവമായിരിക്കുകയാണ്. അതൊരു അവസരമാക്കുകയും ആഘോഷമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മലയാളിയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളൊക്കെ പോലും. അപ്പോൾ അവരൊക്കെ ഈ കഥകൾ കേൾക്കുമ്പോൾ, യഥാർത്ഥ ജീവിത കഥകൾ മനസ്സിലാക്കുമ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് യുവാക്കളിൽ, കുട്ടികളിൽ ഇതുപോലെയുള്ള കഥകൾ ഇങ്ങനെയല്ല, നിങ്ങൾ പുറമേ കാണുന്നതല്ല ജീവിതം. ഇതാണ് യഥാർത്ഥ ജീവിതം. അവർ കടന്നു വന്ന കനൽ വഴികളാണ് ജീവിതം എന്നുള്ളത്. അവരെയൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ മുതിർന്ന തലമുറയുടെ ഒരു ഉത്തരവാദിത്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചെറിയ സമ്മർദ്ദങ്ങൾ പോലും താങ്ങാൻ കുട്ടികൾക്കും പറ്റുന്നില്ല. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒക്കെ. ഇതൊക്കെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ വിജയികളായവരുടെ തിളക്കം മാത്രമാണ് കാണുക. ഈ മമ്മൂട്ടിയുടെ ഒക്കെ ആണെങ്കിലും അവരുടെയൊക്കെ ജീവിത തുടക്കത്തിലൊക്കെ എത്രമാത്രം അവഹേളനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് വന്നതാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അതുപോലെ എത്രയെത്ര കഥകൾ, സാറ് പറഞ്ഞ കഥകളൊക്കെ വളരെ ചോസനാണ്. ആദ്യം എന്താണ് അങ്കിൾ ടോം ക്യാബിൻ, അത് എങ്ങനെയാണ് അവരുടെ ഒരു വിപ്ലവത്തിന് കാരണമായി, അമേരിക്കയിലെ അവിടെ അടിമത്തത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റിന് കാരണമായി എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട ഒരു വനിത, ഒരു പാവപ്പെട്ട വനിത. അപ്പോൾ അത് പിന്നെ വെസ്പ സാർ എല്ലാം ഞാൻ പറയുന്നില്ല.
പിയാഗോയുടെ വെസ്പ അല്ലേ? അത് ഈ സാർ പറഞ്ഞ പോലെ ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് ജെയിംസ് എൽ ജോൺസന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ മഹിമ തിരിച്ചറിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു അവസരങ്ങളാണ് ഉണ്ടായത്. ചെറിയൊരു മോട്ടിവേഷൻ ഒരു സാഹചര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ ഓപ്ര വിൻഫ്രെ കഥയൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. എന്നാലും ശരിക്കും അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് ആഴമേറിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ സാറിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എല്ലാം ഞങ്ങളുടെ മനസ്സിൽ പച്ച പിടിച്ച ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നു. സാറിന്റെ അവതരണത്തിന്റെ പ്രത്യേകത കൊണ്ട് അവസാനം വന്ന നമ്മുടെ കളക്ടർ ഉണ്ടല്ലോ, അതും മുഹമ്മദ് അലി അല്ലെ, മുഹമ്മദ് അലി ഷിഹാബ് എന്ന് പറയുന്ന കളക്ടർ ഇപ്പോൾ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഓപ്ര വിൻഫ്രെയും അതുപോലെ തന്നെ ഷിഹാബും ഒക്കെ. നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇതുപോലെയുള്ള വ്യക്തികൾ, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചറിയുന്ന ഒരു കാലം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു കാലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഒത്തിരി കാര്യങ്ങൾ സാറിന് ചെയ്യാനുണ്ട്. അതുപോലെ ശുദ്ധോദൻ സാറിനും ഒക്കെ നമുക്കൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു. താങ്ക് യു സാബു സാർ. ബബൻ സാറെ, പ്രത്യേകം അഭിനന്ദനങ്ങൾ. എങ്ങനെ പറയാതിരിക്കും സാർ? ഇന്നലെ നേരിൽ കണ്ടെങ്കിലും ഇത്ര വലിയൊരു മനുഷ്യനാണ് ഈ ഇരിക്കുന്നതെന്നൊന്നും അറിയാൻ അവസരം കിട്ടിയില്ല. അവിടെ ഒന്നിനും നേരം കിട്ടിയില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. അത് തന്നെ എനിക്കും പരിചയമുള്ളവരെ തന്നെ കണ്ടുപിടുത്താൻ സമയം കിട്ടിയില്ല. പിന്നെ പരിചയമില്ലാത്തവർ പരിചയപ്പെടാൻ എങ്ങനെ കഴിഞ്ഞില്ല. സാറ് ഇന്നിവിടെ അവതരിപ്പിച്ചത് എൻ്റെ ഭാഷയിലോ എൻ്റെ അറിവിലോ വാക്കുകളിലൊന്നും വർണ്ണിക്കാനാവില്ല. പക്ഷെ എന്തുമാത്രം പ്രചോദനമാണ് തന്നത് എന്ന് എനിക്ക് പോലും അളന്നു കുറിക്കാൻ പറ്റുന്നതല്ല. എനിക്ക് തോന്നുകയാണ് സാറിൻ്റെ 24 മണിക്കൂറിൽ വളരെ കൂടുതൽ ഭാഗവും ഈ സമൂഹത്തിന് കൂടുതൽ കൊടുക്കണം. ഇവിടെ ഈ 5-10 അല്ലെങ്കിൽ 10-25 കിളവന്മാരെ മാത്രം അല്ല, കൂട്ടുകാർക്ക് മാത്രമാകരുത്. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അതെ, ശുദ്ധോദൻ സാറൊക്കെ കൊച്ചു പയ്യനാ. അപ്പോൾ അങ്ങനെയൊന്നല്ല, പോട്ടെ, കൊച്ചു കൂട്ടുകാർക്ക് മാത്രം വേണ്ട. ഈ വിളക്ക് കത്തിച്ച് പറയും കീഴല്ല വെക്കേണ്ട, തണ്ടുമേലെ വെക്കണമെന്ന് പറഞ്ഞ പോലെ സാറൊക്കെ ദിവസവും ഈ ഏതെങ്കിലുമൊക്കെ ചാനലിൽ ദിവസവും പ്രഭാഷണം കൊടുക്കേണ്ട ആളാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കേണ്ടത്? ആത്മഹത്യയിൽ 1-ാം നിരയിലാണെന്ന് പറയുന്നത് നമ്മൾ അതിനെ തടയാനായിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് നമ്മുടെ ഇന്ന് ഇങ്ങനെ പോകണ്ടേ? ഇത് ഇങ്ങനെ കെട്ടിമൂടി വെക്കേണ്ടതല്ല. അയ്യോ, എന്ത് മാത്രമാണ് വെടിമരുന്നിന് തീ പിടിക്കുന്നത് പോലെയാണ് ഉള്ളിൽ ഇങ്ങനെ ത്രസിപ്പിക്കുന്നത്. അത് സാറ് പ്രകൃതി എന്ന വലിയൊരു അനുഗ്രഹം സാറിന്. സാർ അത് ഏറ്റവും നന്നായി അവതരിപ്പിച്ചു. ഇനിയും സാറിന് അനുഭവിച്ചതും ആർജിച്ചെടുത്തതുമായ സാറിന്റെ അറിവുകൾ അതിഗംഭീരം. അത് ഇനിയും സമൂഹത്തിന് വളരെയധികം പ്രയോജനപ്പെടുത്തണം. ഓൾ ദ ബെസ്റ്റ് സാർ. എല്ലാ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു സാർ. ഓമന മാം, ഓമന ടീച്ചറുണ്ടോ? രമാദേവി മാം, പ്രസീത, അബ്ദു? യെസ്, ഓമന ടീച്ചർ പറയും. സാറിന്റെ പ്രഭാഷണം ആഴത്തിലുള്ളതായിരുന്നു, പ്രചോദനാത്മകമായിരുന്നു. ഈ ഓപ്ര വിൻഫ്രി മുതല് എല്ലാരെയും നമുക്ക് അറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഗഹനമായി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ജീവിതത്തില് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇത്രയും നല്ലൊരു കാര്യം വേറെ ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സീറ്റ് കിട്ടാഞ്ഞിട്ടൊക്കെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ സീറ്റ് അല്ലാതെ ബാക്കി അയാളുടെ കയ്യിലുള്ളതിനെ പറ്റി ഒന്നും അയാൾ ചിന്തിക്കുന്നില്ല. ആ ഒരു സീറ്റിനെ പറ്റി മാത്രം ചിന്തിക്കുന്നു. ആ രീതിയിലുള്ള അവസ്ഥയില് ഇന്ന് ഇങ്ങനെ സാർ ഇന്ന് പറഞ്ഞ പോലത്തെ കഥകള് ഒത്തിരി ആളുകൾ കേൾക്കേണ്ടതാണ്. സാറിന്റെ അവതരണ ശൈലി ഭയങ്കര, നമ്മളിങ്ങനെ ഈ സാബു സാർ ഈ പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് വല്ല ഫോണൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് ഇന്ന് സാറിങ്ങനെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ സാറൊന്ന് അടങ്ങിയിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. അത്രയ്ക്കും സത്യമായിട്ടും. അപ്പം പിന്നെ അതുപോലെ ഈ വണ്ടിയുടെ പേര് കേൾക്കുമ്പോ വണ്ടിയെ മനസ്സിൽ കൊണ്ടുവരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇന്ന് സാറ് വെസ്പയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ തേടി വെസ്പ ഏതാന്ന് ഞാൻ പോയി നോക്കി. പിന്നെ ഞാൻ എവിടെയെങ്കിലും സ്കൂട്ടർ കാണുമ്പോൾ ഞാൻ അതേലും വെസ്പാന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. അത്രയ്ക്കും ആ വെസ്പ പോലും മനസ്സിൽ ഇങ്ങോട്ട് തറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടല്ലേ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ അപ്പോഴത്തേക്കും.
അപ്പം ഇങ്ങനെ ഈ ചിന്തകളെല്ലാം ശരിക്കും നമ്മുടെ മനസ്സിലോട്ടല്ല നെറുകയിലോട്ടാ പോയത്. അതായിരുന്നു സാറിന്റെ അവതരണ ശൈലി. താങ്ക് യു സാർ. ഒത്തിരി നന്നായി. പരിചയപ്പെടാൻ പറ്റിയതിലും വലിയ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു മാം. നമ്മൾ ഈ സീറ്റൊക്കെ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അവർക്ക് സമയമായതുകൊണ്ട് പോകുന്നത്, അല്ല സീറ്റ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. അതിന് അല്ല, നമ്മൾ എന്നാലും ആ സീറ്റ് ഒഴിച്ച് അയാളുടെ ജീവിതത്തിലുള്ള മറ്റ് ഒരു സൗഭാഗ്യങ്ങളെ കാരണം പറ്റി മാത്രമേ ഉള്ളൂ, അല്ലെ? വെറും ഒരു കാരണം മാത്രമേ ഉള്ളൂ. പോണ സമയം പിന്നെ സൗഭാഗ്യങ്ങളെ എന്ത് പറ്റി ചെയ്യും? കുട്ടികളുണ്ട്, വൈഫ് കാണും, അങ്ങനെ ഒന്നും ആ മക്കളെ പൊക്കത്തെ മുഖം പോലും ഓർക്കാതെ ഈ സീറ്റെന്നും പറഞ്ഞങ്ങ് മരിക്കുന്നതാണ്. അയാളെ തല്ലിക്കൊല്ലണം, മരിച്ചില്ല തല്ലിക്കൊല്ലണം ശരിക്കും പറഞ്ഞു. അയ്യോ, അതുകൂടി പോയി. രമാദേവി മാം, പ്രസീത. അത അതാണ് ഞാൻ പറഞ്ഞ, അവസരമായിട്ട് കാണുന്നവരും ഉണ്ട്, ആഘോഷമായിട്ട് കാണുന്നവരും ഉണ്ട്. പറഞ്ഞ ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണ്. പ്രസീത പറയും. ഗുഡ് ഈവനിങ് ആൾ. ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഈ ടോപ്പിക്കിന്റെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് മാത്രം ഞാൻ കയറിയതാണ്. ഞാൻ പെട്ടെന്നൊന്ന് ഇറങ്ങി പോവാന്നും വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത് ശരിക്കും ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് തന്നെ പറയാം. വളരെ ഭംഗിയായിട്ട് സാറ് ഒരു ആ ഒരു നമ്മൾ ചില പാട്ടുകളിലൊക്കെ മെഡ്ലി എന്നൊക്കെ പറയില്ല, ഒന്നിന്ന് അടുത്തതിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ നമുക്ക് മനസ്സിലാവാത്ത, ആ ഒരു ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് സാർ ഓരോ ഇതും, ഓരോ അനുഭവങ്ങൾ ഓരോരുത്തരുടേത്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഡോൺ ക്വിക്സോട്ട് എനിക്ക് സ്കൂളിൽ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ആ സമയത്തൊന്നും ഇതിന്റെ പുറകിലുള്ള ഈ ആ കഥയെ നമ്മൾ എൻജോയ് ചെയ്തതിനും കൂടുതൽ അതിന്റെ പുറകിലുള്ള ആ ഒരു ഇൻസ്പിറേഷനും കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡോൺ ക്വിക്സോട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇമാജിനേഷൻ വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കഥ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോഴും ഓർത്തിരിക്കുന്നതും അതിന്റെ അയാള് ആ വാളൊക്കെ പിടിച്ചിട്ടോ എന്തൊക്കെയോ പിടിച്ചിട്ടുള്ള ആ ഒരു പടമൊക്കെ കണ്ടതായിട്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു ആ പടങ്ങളൊക്കെ. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്ത ഒരാളെ കുറിച്ച് നമുക്ക് ഒരു അറിവും എനിക്കുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും എനിക്ക് അങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് അതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു സെഷൻ ഉപകരിച്ചു. അതുപോലെ പല കാര്യങ്ങളും പുതിയതായിട്ട് അറിയാനും പറ്റി. അപ്പൊ അതിന് ഒരുപാട് നന്ദിയുണ്ട് ബോബൻ സാറിനോട്. സാർ ഇനിയും കൂടുതൽ സെഷൻ തീർച്ചയായും ഈ പ്ലാറ്റ്ഫോമിൽ വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു സാർ. പാർട്ട് 2 ആയിട്ടുള്ളൂ, ഇനിയും അവസരങ്ങളുണ്ട്, ഉപയോഗിക്കാം, അല്ലേ? കൂടുതൽ അബ്ദു, മുസ്തഫ ജസ്റ്റ് എത്തിയുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ സാർ. എനിവേ പറയും. പറയാം, പക്ഷെ ഇത് വലിയ ഒത്തിരി അറിവുകളായിരുന്നു കിട്ടിയേക്കുന്നത്. കാരണം ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, എങ്കിലും ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായി. റീസൺസ് ഓഫ് വിക്ടറി ഫ്രം ഹിസ്റ്ററി അവതരിപ്പിച്ച ബോബൻ സാറിനും സാബു സാറിനും എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയിലെ അടിമത്തം നിരോധിക്കാൻ ഇടയാക്കിയ അങ്കിൾ സ്റ്റോൺ ക്യാബിൻ എഴുതിയ ഹാരിറ്റ് പീറ്റർ സ്റ്റോ, പിന്നെ ലോകത്തെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച പുസ്തകമായ ഡോൺ ക്വിക്സോട്ട് എഴുതിയ യുദ്ധത്തിൽ ഇടത് കാലം നഷ്ടപ്പെട്ട മൈക്കൽ ബി സെവന്റീസ്, പിന്നെ 2ാം ലോകമഹായുദ്ധം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വർക്ക്ഷോപ്പിൽ ബാക്കി വന്ന 2 ചക്രത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച സ്കൂട്ടറായ വെസ്പ നിർമ്മിച്ച ഹെൻറിക്കോ പിയാജിയോ, പിന്നെ വിക്കുണ്ടായിട്ടും അതൊന്നും കാര്യമാക്കാതെ വീണ്ടും കവിത ചൊല്ലി കൂട്ടുകാരുടെ കയ്യടിയുടെ പ്രോത്സാഹനത്തിൽ പിന്നീട് ഏറ്റവും വില കൂടിയ ശബ്ദത്തിന്റെ ഉടമയായി മാറിയ ജെയിംസ് എൽ ജോൺസ്, പിന്നെ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് ഏറ്റവും വില കൂടിയ TV അവതാരകയും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലേഡി എന്ന ബഹുമതിയും ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ കറുത്തവർഗക്കാരി എന്ന ഖ്യാതിയും നേടിയ ഓപ്ര വിൻഫ്രെ, പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിന് തന്നെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായ മുഹമ്മദ് അലി ഷിഹാബ്. അതാണ് ഏറ്റവും നമുക്ക് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരം പ്രതികൂല പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് പഠിച്ച് LGS നിന്ന് നാഗാലാൻഡ് കളക്ടർ വരെയായ വ്യക്തി. അത് ഏറ്റവും നമ്മൾ ഏറ്റവും പ്രകീർത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവരുടെ ജീവിതം നമ്മളെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇച്ഛാശക്തി കൊണ്ട് എങ്ങനെ നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിത വിജയം നേടാനാകുമെന്നുള്ളതാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവർക്കാണ് ഇത് ഏറ്റവും അത്യാവശ്യം. അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള നല്ല അവബോധം ഉണ്ടാക്കുള്ളൂ. നമ്മളെക്കാൾ ആവശ്യം യുവതലമുറയ്ക്കാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം സാർ. താങ്ക് യു. താങ്ക് യു മാം. പറയുന്ന ആർക്കെങ്കിലും, അബ്ദു, മുസ്തഫ, ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബോബൻ സാർ, വണ്ടർഫുൾ, റിയലി വളരെ ക്വിക്സ്, അല്ലേ? വളരെ ചെറിയ സമയം കൊണ്ട് മനോഹരമായി ഒത്തിരി കാര്യങ്ങൾ, അത് എല്ലാം ഒന്നിനൊന്ന് മെച്ചം.
ഈ പറയുന്ന പോലെ ഞാൻ ഇതിൻ്റെ അകത്ത് ഓപ്ര വിൻഫ്രയെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, വേറെ ഒരു കാര്യം ഞാൻ കേട്ടില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതിരുന്നത്. അത് തന്നെയല്ല, സാറിൻ്റെ ഈ മേക്ക് ഓവർ ഉണ്ടല്ലോ, ഒരു കഥയിൽ നിന്ന് മറ്റേ കഥയിലേക്ക് മാറിയോ എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ അപ്പോൾ എഴുതുന്നതും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അനങ്ങാതിരുന്നത്. എനിവേ വെരി ഫൈൻ. ഇനി തീർച്ചയായിട്ടും സാറിൻ്റെ സംസാരിച്ചിരുന്ന കൂട്ടത്തില് ഡോക്ടറുടെ ഒരു ഹാൻഡ് റൈസ് ചെയ്യാൻ കണ്ടത്. എനിക്കിന്ന് ഡോക്ടർക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് തോന്നി. ഈ പറഞ്ഞതിന്റെ ഇടയിൽ എന്തോ ഞാൻ കണ്ടിരുന്നു, ഡോക്ടറുടെ ഹാൻഡ് റൈസ് കണ്ടിരുന്നു. എന്തോ ഉണ്ട് ജോർജ് സാറിന് ഒരു കൈ കൊടുത്തതാ അല്ലേ? ജോർജ് സാറിന് കൈ കൊടുത്തതാണ്. ഞാനത് ഡോക്ടർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് ബോബൻ സാറും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ ഹാരിറ്റ് ബി ചെർസ്റ്റോവിൻ്റെ ഈ നോവലിൽ നിന്ന് ഇൻഫ്ലുവൻസ്, പ്രചോദനം കൊണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അവരുടെ പേര് മിസ്സിസ് കോളിൻസ് എന്നാണ്. മിസ്സിസ് കോളിൻസും അവരുടെ ഹസ്ബൻഡ് റിച്ചാർഡ് കോളിൻസും. മിസ്സിസ് കോളിൻസ് ആണ് ഈ ഗ്രന്ഥം എഴുതി തുടങ്ങിയത്. പക്ഷേ റിച്ചാർഡ് കോളിൻസ് ആണ് ഇത് ബാക്കി ഇംഗ്ലീഷിലാണ് ഈ നോവൽ എഴുതിയത്. സ്ലെയർ സ്ലെയിൻ എന്നാണ് നോവലിൻ്റെ പേര്. ഏകദേശം എനിക്ക് തോന്നുന്നത് 1862 ഈ നോവൽ പുറത്തു വന്നത്. ഇത് രസകരമൊരവസ്ഥ, ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് കോട്ടയത്താണ്. കോട്ടയം CMS സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയിരുന്ന വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന ഒരു മാസികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച ഒരു നോവലാണ്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഘാതകവധം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മിസ്സിസ് കോളിൻസിനോട് ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഹാരിറ്റ് ബി ചെർസ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ അതും പ്രചോദനം നൽകി എന്നാണ് പറയുന്നത്. ഈ നോവലിൽ അക്കാലത്തെ ക്രിസ്ത്യൻ കുടുംബത്തിലെ ചില അനാചാരങ്ങൾ ഒക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കോട്ടയം ഭാഗത്തെയുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ ചില അനാചാരങ്ങൾ, അതുപോലെ ഡൗറി, ഇതൊക്കെയാണ് പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെയാണ് ഈ നോവൽ എഴുതിയത്. പക്ഷേ ഈ നോവൽ ഞാൻ കുറേ തപ്പി നോക്കി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഘാതകവധ ഏതൊരു മലയാളത്തിൽ എഴുതി എവിടെയുണ്ട്, ഇംഗ്ലീഷിൽ കിട്ടാനില്ല. സ്ലെയർ സ്ലെയിൻ ഇംഗ്ലീഷിൽ ഈ നോവൽ കിട്ടാനില്ല. പക്ഷേ ഇത് ആരാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നമുക്കറിയില്ല. വിവർത്തനം ചെയ്തത് ഉണ്ട് ഘാതകവധം. അതാരാണെന്നറിയില്ല. അൺനോൺ എന്നാണ് അതിൻ്റെ വിവർത്തനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാനിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങണം, ഒന്ന് വായിച്ചു നോക്കണം എന്താണ് ഇതിലെ പ്രമേയം. പക്ഷെ ഇത്രയും എനിക്ക് മനസ്സിലായി. ഏതായാലും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ. നാളെ നമ്മളെ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. നാളെ ഡിറ്റർജൻറ്റ് പ്രോബ്ലംസ് എന്നുള്ള ഒരു വിഷയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു.